ഇത് ഓണാണ്. Hello my dear students, welcome back to our English classes. Are you all ready for the live session? Yes, in this class we are going to discuss the important Q&A from your part 1 class 9 English textbook. So, എല്ലാവരും എന്താ എക്സാം പ്രിപ്പറേഷൻ ഒക്കെ റെഡി ആയിട്ട് നന്നായിട്ട് നടക്കുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് മിസ് വിശ്വസിക്കുന്നു അല്ലേ? നന്നായിട്ട് പഠിക്കുന്നില്ലേ? യെസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമ്മുടെ ലൈവ് സെഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ സമ്മറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്താണ്? ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് അല്ലേ? നമുക്ക് അറിയണം എങ്ങനെ നമ്മളൊരു എക്സാം ഹാൻഡിൽ ചെയ്ത് എടുക്കും അല്ലേ? ആ ഒരു കറക്റ്റ് ആ ഒരു ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഫോളോ ചെയ്തിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ടൈമിൽ എഴുതി തീർക്കും, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ആ പാറ്റേൺ ക്വസ്റ്റ്യൻ പാറ്റേൺ ഏതൊക്കെയാണ്, അതുപോലെ എത്ര എഴുതണം നമ്മൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ നമ്മുടെ ക്ലാസ്? യെസ്. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് അല്ലേ, നിങ്ങളുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെയാണ് യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 അല്ലേ? അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 3 യൂണിറ്റ് ആണ് അല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത്രയും നിങ്ങൾ വിചാരിക്കും ഈ 1.5 മണിക്കൂറാണ് ഇത്ര എങ്ങനെയാണ് കവർ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നമ്മളൊന്നും സമ്മറി പറയുന്നില്ല അല്ലേ? ഓൾറെഡി നമുക്ക് എല്ലാം പഠിച്ചതാണ്, സമ്മറിയുടെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയതാണ് അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഇതിനകത്ത് മാക്സിമം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഏതൊക്കെ ടൈപ്പ് ഡിസ്കോഴ്സസ്, എന്താണ് വാട്ട് യു മീൻ ബൈ ഡിസ്കോഴ്സ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നോട്ടീസ് ഉണ്ട്, കോൺവെർസേഷൻ ഉണ്ട്, സ്പീച്ച് ഉണ്ട്, ഇതൊക്കെ റൈറ്റിംഗ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പോർഷൻസ് ആണ് അല്ലേ? അപ്പോൾ ഡിസ്കോഴ്സ് റൈറ്റിംഗ് അതും മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ? അത് നമുക്ക് സ്റ്റോറിയിൽ നിന്നാകാം, അതല്ലെങ്കിൽ പോംസ്, ഏതെങ്കിലും പോം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. 1 വേർഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1 or 2 സെൻറ്റൻസിൽ ആൻസർ ചെയ്യേണ്ട തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം അല്ലേ? എല്ലാവരും മിടുക്കരായിട്ട് കമൻറ്റ് ചെയ്തേ അല്ലേ? നമുക്ക് പഠിക്കണ്ടേ, മാർക്ക് സ്കോർ ചെയ്യണ്ടേ? യെസ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഗ്രാമർ പോർഷൻസ്. അപ്പോൾ എല്ലാവർക്കും ഗ്രാമർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പേടിയൊക്കെ ആണോ? അത് വളരെ ഈസിയാണ് അല്ലേ? ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ നമ്മളെ ഈ ഒരു 9th ആ ഒരു പാർട്ട് 1 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ഗ്രാമർ പോർഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം എന്ത് ചെയ്യുക, ഇന്ന് കവർ ചെയ്ത് നിങ്ങൾ നല്ല സെറ്റായിട്ട് പഠിച്ചെടുക്കുക. ബാക്കി നാളെ ഉണ്ട് അല്ലേ? ഇംഗ്ലീഷിൻ്റെ അടുത്ത ലൈവ് ജിഷ്ണു സാറ് വരും. ബാക്കി സെക്ഷൻ എന്താണ് ഡിസ്കോഴ്സ് റൈറ്റിംഗ് ആയാലും ബാക്കി പാർട്ട് 2 ടെക്സ്റ്റിലെ കുറച്ച് ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ കുറച്ച് ഗ്രാമർ പോർഷൻസും ഒക്കെ നാളെ സാർ എടുക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മാക്സിമം എല്ലാവരും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുക. അതുപോലെ ഗ്രാമർ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുക. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക, എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒന്ന് എഴുതിയൊക്കെ നോക്കണം കേട്ടോ. എക്സാം ഹോളിൽ പോയിട്ട് ഇതൊക്കെ എനിക്ക് അറിയാം, സമ്മറി അറിയാം, പോയിന്റ്സ് അറിയാം എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഒരു നോട്ട്ബുക്ക് എക്സാമിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ഇംഗ്ലീഷൊക്കെ ആകുമ്പോൾ അല്ലേ നമ്മുടെ കുറച്ച് എഴുതേണ്ട കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ കുറച്ച് പോയിൻ്റായിട്ട് എഴുതി, ഒരുപാട് എസ്സേ പോലും ഒന്നും എഴുതി വെക്കണ്ട. എന്താ, ജസ്റ്റ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ആയിട്ട് നിങ്ങളെ മനസ്സിൽ പെട്ടെന്ന് ഗ്രാബ് ചെയ്തെടുക്കുന്ന രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനകത്ത് നിന്ന് ഏത് ഡിസ്കോഴ്സസ്, അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ കോൺവെർസേഷനോ പ്രൊഫൈലോ അതല്ല സ്പീച്ച്, പിന്നെന്താണ് എസ്സേ റൈറ്റിംഗ്, റൈറ്റപ്പ്, അങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ, നരേഷൻ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം അല്ലേ? പിന്നെ അതിൻ്റെ ഫോമാറ്റ് അറിഞ്ഞാൽ മതി, ഫുൾ മാർക്ക് സ്കോർ ചെയ്തൂടെ? ഈസി അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അതിൻ്റെ ഫോമാറ്റും അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് മനസ്സിൽ ആക്കി എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എക്സാമിന്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ച ചാപ്റ്റേഴ്സ് ഇതെല്ലാം നിങ്ങൾ ആ ഒരു ടൈറ്റിൽ പറയുമ്പോഴേ നിങ്ങൾക്ക് സ്റ്റോറി എല്ലാം നിങ്ങളുടെ മനസ്സിൽ വരണം. ഓൾറെഡി നിങ്ങളിതെല്ലാം പഠിച്ചിരിക്കുകയാണ്, അതുപോലെ നമ്മൾ എക്സാം എടുത്തു അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണ്ടേ? അപ്പോൾ ഈ ഒരു ഓരോ ടൈറ്റിൽ പറയുമ്പോഴും നിങ്ങൾ ഓതേഴ്സിനെയും നിങ്ങളുടെ മൈൻഡിൽ വരണം അല്ലേ? ഈ ചാപ്റ്റേഴ്സൊക്കെ എഴുതിയിട്ടുള്ള ഓതേഴ്സും മനസ്സിൽ വരണം. അതുപോലെ സമ്മറി ഞാൻ പറയുമ്പോൾ വരുന്നുണ്ടോ, ഹാഫ് എ ഡേ എന്തായിരുന്നു അതിനകത്തെ ആ ഒരു സ്റ്റോറി, എന്തായിരുന്നു പറഞ്ഞിരുന്നത്, ടൈം അല്ലേ? ടൈം എന്ന് പറയുന്നത് ടെമ്പറലാണ്, പെട്ടെന്ന് പോകും അല്ലേ? എന്തൊരു ഫാസ്റ്റായിട്ടാണ് ടൈം പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അല്ലേ? പിന്നെന്തൊക്കെയാണ് പറയുന്നത്? യെസ്, ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എപ്പോഴും എല്ലാവരോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. നമുക്ക് നമ്മുടെ ഒരു ലൈഫിൽ ആരെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇത്രയും ഒരു ലൈഫ് നമ്മൾ മുന്നോട്ട് പോയി അല്ലേ? നിങ്ങളിപ്പം 9th സ്റ്റാൻഡേർഡിൽ വരെ എത്തി. ആ ഒരു ടൈം പീരീഡിൽ നിങ്ങളെ ആരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പറഞ്ഞേ, നിങ്ങൾ ആരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ.
ആരൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് നിങ്ങളുടെ പാരൻസ് അല്ലേ? പാരൻസ് മാത്രമാണോ? വേറെ ആരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത്? നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചല്ലേ, ആ ഒരു ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞേ. നമ്മൾ ഓരോരുത്തരും അവിടെ നമ്മുടെ റൈറ്റർ അല്ലെ ഓത് ആ ഒരു എന്താണ് നോബൽ പ്രൈസ് കിട്ടുന്ന ആ ഒരു മൊമെൻറ്റിൽ ആരൊക്കെയാണ് ഓർക്കുന്നത് അല്ലേ? എന്തൊക്കെ ഹെൽപ്പ് ചെയ്ത ഓരോരുത്തരെയും ഓർക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സുകൊണ്ടൊരു നന്ദി പറയുക എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? യെസ്. അപ്പം നമ്മുടെ ലൈഫിലും അതേപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മളെ എന്ത് ഹെൽപ്പും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്ഫുൾ ആയിരിക്കുക. അപ്പം അതാണ് നമ്മുടെ ഒരു ഗ്രേറ്റസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ആ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നത് അല്ലേ? യെസ്. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് ചാപ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് വളരെ സ്പീഡിൽ നമ്മൾ ഈ ഒരു ക്ലാസ് ഒരു 1.5 hours നമുക്ക് തീർക്കണം അല്ലേ? ഒരുവിധം ഗ്രാമറും എല്ലാം നമ്മൾ കവർ ചെയ്ത് പോകണം. യെസ്. പിന്നെ നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന ഒരു പോം അല്ലേ, നമുക്ക് ഒരിക്കലും രണ്ടാമത് ഒരു സെക്കൻഡ് ചാൻസ് നമുക്കൊന്നിനും കിട്ടില്ല. അല്ലെങ്കിൽ ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ആക്ട് ചെയ്ത് നോക്കാൻ, ഇങ്ങനെ ചെയ്യാം, അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ? അതങ്ങ് നടന്നു പോവുകയാണ്. പല കാര്യങ്ങളും നമ്മൾ സംഭവിക്കുന്നുണ്ട് ലൈഫിൽ. അപ്പോൾ അതൊന്നും നമ്മൾ ഇതിന് മുന്നേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടൊന്നും അല്ല ഒരു കാര്യം സംഭവിക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ലൈഫിൽ ഒരുപാട് ചാൻസസ് ഒന്നും കിട്ടില്ല. കിട്ടുന്ന ചാൻസ് എന്ത് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒന്നും ആലോചിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം നിങ്ങൾ അപ്പോൾ ചെയ്യുക അല്ലേ? യെസ്. അതെ, നമുക്ക് യൂണിറ്റ് 2 ഏതൊക്കെയാണ്? വിൻസ് ഓഫ് ചേഞ്ച്, ഡ്രീംസ് റിയലൈസ്ഡ്. ആ ഒരു ഡ്രീംസ് റിയലൈസ്ഡ് എന്തായിരുന്നു? ഗാന്ധിജിയുടെ വ്യൂ പോയിന്റ് കാര്യങ്ങളെല്ലാം മനസ്സിൽ വരണം. ഓക്കെ. ദെൻ ദി ടോയ്ലറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതിനകത്ത് എന്താ? നമുക്ക് വളരെ ചെറിയ ഒരു ടൈം പീരീഡ് ആണോ, അല്ലെങ്കിൽ വളരെ ചെറിയൊരു സ്പേസ് ആണോ, എവിടെയാണോ കിട്ടുന്നത് നിങ്ങളുടെ ടാലൻറ്റ്, അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റണം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ലേ? യെസ്. പാറു യെസ് കമൻറ്റ് ചെയ്തു. മനസ്സിലായോ? യെസ്. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത്, അതുപോലെ ലൈഫിൽ നമ്മൾ എന്തെല്ലാം ആണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. നമ്മുടെ ക്രിയേറ്റിവിറ്റി അത് എവിടെ ഇരുന്നായാലും യെസ് നമുക്ക് സാധ്യമാക്കി എടുക്കാൻ പറ്റും അല്ലേ? ആ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മുടെ നോളജ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? യൂസ്ഫുൾ ആക്കാൻ പറ്റും. നമ്മൾ മനസ്സുണ്ടാവണം അതിന് അല്ലേ? യെസ്. പിന്നെ സക്സസ് എന്ന് പറയുന്ന പോം. സക്സസ് എന്ന് പറയുന്നത് പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒന്നാണോ? അല്ല. നമുക്കതിന് ഒരുപാട് ഹാർഡ് വർക്ക് ആവശ്യമായിട്ട് ഉണ്ട്. യെസ്. നമ്മളെപ്പോഴും വലിയൊരു ഹില്ല് അല്ലെങ്കിൽ ഒരുപാട് ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ ഒരു ഫുൾ ഹേർഡിൽസ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്ത് ലാസ്റ്റ് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഭയങ്കര എക്സ്ട്രീം ഹാപ്പിനെസ് ആയിരിക്കും അല്ലേ? ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഉയർച്ചയിലേക്ക് ആ ഒരു ഹൈറ്റ്സിൽ നമ്മൾ എത്താൻ വേണ്ടി മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക അല്ലേ? വി വാണ്ട് ടു അച്ചീവ് ദാറ്റ് സക്സസ് ത്രൂ ഹാർഡ് വർക്ക്. That the poem really teaches us. Okay. Then unit 3 aspire and explore. ഇവിടെ sea fever എന്ന് പറയുന്ന poem ഉണ്ട്. അതുപോലെ the saga of tiffin careers and waiting for rain. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനകത്തു നിന്നൊക്കെ മാക്സിമം വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ യൂണിറ്റ് 1 ഓതേഴ്സിനെ നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, മറന്നു പോകരുതേ. ഓതേഴ്സ് ആരൊക്കെയായിരുന്നു? Half a Day, Anigubik Mafos, and Depths of Gratitude, Selma Lagerlof, and Nothing Twice is a poem by Wisława Szymborska. So, ഓതേഴ്സിനെ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, നമ്മൾ ഡിസ്കോസ് റൈറ്റിങ്ങിനെ പറ്റി പറഞ്ഞു. അതായത് എന്തൊക്കെ ഡിസ്കോസ് റൈറ്റിംഗ് വരാം നമ്മുടെ എക്സാമിന്? യെസ്, ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് ക്യാരക്ടർ സ്കെച്ചിൽ നമുക്ക് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് ക്യാരക്ടർ സ്കെച്ചിൽ? അതായത് ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഫിസിക്കൽ നേച്ചർ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ആ ഒരു ടെക്സ്റ്റുമായിട്ട് ആ ഒരു ക്യാരക്ടർ ഇൻവോൾവ് ആവുന്ന ഇവൻ്റ് ഏതാണോ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ അതിൽ നിന്ന് നമുക്ക് ആ ക്യാരക്ടറിനെ പറ്റി എന്താണ് മനസ്സിലായത്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പെർഫെക്റ്റ് ക്യാരക്ടർ സ്കെച്ച് കിട്ടി അല്ലേ? ദെൻ ലെറ്റർ റൈറ്റിംഗ് ഉണ്ട്, ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ അല്ലേ? ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ആ ഒരു ഫ്രം അഡ്രസ്സ് എഴുതണം അല്ലേ? ആ ഒരു ഫോമാറ്റൊക്കെ പഠിച്ച് വെക്കുക. ഫ്രം, പിന്നെന്താ ഡേറ്റ് വേണം, മറന്നു പോകരുത്. ടു അഡ്രസ്സ് വേണം അല്ലേ? സല്യൂട്ടേഷൻ വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് വെക്കുക. പിന്നെ നമ്മുടെ ആ ഒരു യൂഷ്വൽ വേ ഉണ്ടല്ലോ ലെറ്റർ എഴുതുന്നേ, ആ ഒരു വേയിൽ എഴുതുക, എൻഡ് ചെയ്യുക. ഓക്കെ, കൺക്ലൂഡ് പ്രോപ്പറായിട്ടുള്ള ഒരു കൺക്ലൂഷൻ, യുഎസ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നമ്മൾ എന്താണ് യൂഷ്വലി എല്ലാ ക്ലാസ്സിലും നമ്മൾ ലെറ്റർ റൈറ്റിംഗ് ഒക്കെ പഠിക്കുന്നതാണ്. ഇനി ഒരു ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ വളരെ ഈസിയാണ് അല്ലേ? ഒരു ഫ്രം അഡ്രസ്സ് മാത്രം മതി അല്ലേ? ഒരു പ്ലേസ്, പിന്നെന്താണ് നമ്മുടെ നെയിം ഒന്നും വെക്കണം എന്ന് നിർബന്ധമില്ല. പ്ലേസും ഡേറ്റും പിന്നെന്താ ഡിയർ സല്യൂട്ടേഷൻ വന്നിച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ അതിൻ്റെ ഫോമാറ്റ് പഠിച്ച് വെക്കുക. ഞാൻ പറഞ്ഞല്ലോ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നമ്മളൊരു മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്, ആ ചാപ്റ്റർ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു ഹാൻഡിൽ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾ ദീസ് ഡിസ്കോസ് റൈറ്റിംഗ്. ബിക്കോസ്
We all know what is the major points included in each text, each chapter, and we all know the format of each discourse writing. So it's very easy to write. Okay, so write up. അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പീച്ചൊക്കെ അറിയാലോ, എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ആ ഒരു ഫോമാറ്റ് അറിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി അല്ലേ. ഇനി ഇമെയിൽ റൈറ്റിംഗ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ കുറച്ചൊന്ന് ഫോമാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. 2CC BCC എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു ഫോമാറ്റ് ഉണ്ട് അല്ലേ. CC BCC ഒന്നുമില്ല, കാർബൺ കോപ്പി, ബ്ലൈൻഡ് കാർബൺ കോപ്പി, അതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനൊക്കെ മെയിൽ വരുന്നുണ്ടാവും, ചെക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഫോമാറ്റ് മനസ്സിലാവും, ഈസിയാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. ബോക്സ് ഒക്കെ വരച്ചിട്ട് വേണം മെയിൽ എഴുതാനായിട്ട്. ദെൻ കോൺവെർസേഷൻ, ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് എന്താ ഡയറി എൻട്രി ഉണ്ട്, നോട്ടീസ്, ന്യൂസ് റിപ്പോർട്ട് അല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസ് റിപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ആ ഒരു ബൈലൈൻ എന്ന് പറഞ്ഞാൽ എഴുതിയ സ്റ്റാഫ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞൊന്ന് മെൻഷൻ ചെയ്ത് ഡേറ്റ്, അതുപോലെ പ്രോപ്പർ ഹെഡിങ്, പിന്നെ എന്താ WH ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വാട്ട്, വെൻ, വേർ, ഹൗ, അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ഒരു ഫസ്റ്റ് 2 പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ അപ്രീസിയേഷൻ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്രീസിയേഷൻ അല്ലേ. ഒരു പോം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെയാണ് അപ്രീസിയേഷൻ ചെയ്തത്, ഈസിയാണ്. ഇൻട്രൊഡക്ഷൻ ടു ദി പോം, ഇൻട്രൊഡക്ഷൻ ടു ദി ഓതർ ആൻഡ് ദി മേജർ തീം that belong to the first paragraph. In the second paragraph you can include the detailed analysis of each lines in the poem, and in the final passage or in the final paragraph you can add the poetic devices as well as your message, the message that you got from that particular poem അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി അല്ലേ. പോയറ്റിക് ഡിവൈസസ് മസ്റ്റായിട്ടും, അതുപോലെ പോയറ്റിക് ഡിവൈസസും സ്ട്രക്ചറും നമ്മൾ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ വ്യൂ പോയിന്റും അത് ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഡീഷണൽ പാരഗ്രാഫിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്രീസിയേഷനിൽ വരുന്നത്. പിന്നെ പ്രൊഫൈൽ റൈറ്റിംഗ് എഴുതുമ്പോൾ ഏറ്റവും നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ആ പ്രിപ്പോസിഷൻസിൻ്റെ യൂസേജ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഓൺ എവിടെ, ഇൻ എവിടെ യൂസ് ചെയ്യും, അങ്ങനെയുള്ള യൂസേജസ് യു മസ്റ്റ് സ്റ്റഡി. ഓക്കെ, must aware about the usage of prepositions in profile writing. Okay, പിന്നെ alma mater അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ എടുത്ത് എഴുതരുത്. alma mater എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, കോളേജ് എവിടെയാണ്, അപ്പം സ്റ്റഡീഡ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ അതാണ് പ്രൊഫൈൽ റൈറ്റിങ്ങിൽ വരുന്നത്. അതുപോലെ ഇയറിൻ്റെ മുന്നിൽ എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന പക്ഷേ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻ എന്ന് പറയുന്നത് എപ്പോഴും ഇയറിൻ്റെ മുന്നിലാണ് ഉണ്ടാവുക. ഓക്കെ, 2000 എന്നൊക്കെ പറയുന്നത് ഇയർ ആണ് അല്ലേ. ഇയറിൻ്റെ മുന്നിൽ നമ്മൾ എപ്പോഴും ചേർക്കുന്നതാണ് ഇൻ. അതുപോലെ ലാർജ് പ്ലേസസ് ലൈക്ക് ഇൻ കേരള, ഇൻ അമേരിക്ക, അങ്ങനെയുള്ള ലാർജ് പ്ലേസസിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇന്ന് ചേർക്കാം. ഇനി സ്മോൾ പ്ലേസസ്, ഇപ്പോൾ കേരളയിലുള്ള കൊല്ലം എന്ന് പറയുന്ന ഒരു പ്ലേസ്, അപ്പോൾ അവിടെയാണെങ്കിൽ കൊല്ലം എന്ന് പറയാം അല്ലേ. ദെൻ പിന്നെന്താണ്, ഓൺ എപ്പോഴാണ്, ഓൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചേർക്കേണ്ടത് ഡേറ്റ് ഓർ ഡേ ആണ്. ഓക്കെ, ഡേറ്റിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഡേയുടെ മുന്നിലാണ് ഓൺ. ഓഗസ്റ്റ് 10 അങ്ങനെയൊക്കെ പറഞ്ഞ് ഡേറ്റ് പറയുമ്പോൾ നമ്മൾ ഓൺ 10 ഓഗസ്റ്റ് 2001 എന്നൊക്കെ പറയുന്നത് ഒരു ഡേറ്റ് ആണ്. അപ്പോൾ യൂഷ്വലി പ്രൊഫൈൽ റൈറ്റിങ്ങിൽ ഡേറ്റ് ആയിരിക്കും തരുന്നത്. അങ്ങനെ ഡേറ്റ് തരികയാണെങ്കിൽ നമ്മൾ ഓൺ ആണ് ചേർക്കേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് ഇൻ അല്ല. ഓക്കെ, ഇന്നിന് പകരം നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇയർ മാത്രം തന്നിട്ടുള്ളെങ്കിലോ, ഇയർ മാത്രമാണെങ്കിൽ നോ പ്രോബ്ലം, വി ക്യാൻ ആഡ് ഇൻ. ഓക്കെ, അങ്ങനെയുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ നറേഷൻ അറിയാലോ, എന്താണോ ഒരു ഇവൻറ്റ്, എന്തിനെ പറ്റിയാണോ നമ്മൾ നറേറ്റ് ചെയ്യുന്നത് ആ കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, വളരെ ക്ലിയർ കട്ടായിട്ട്, നമ്മുടെ ഇമോഷൻസ് ഒന്നും ഒരുപാട് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറി എൻട്രി ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്, തോട്ട്സ് അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അവിടെ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡേയും ഡേറ്റും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുത്താൽ ഇറ്റ്സ് വെരി ഈസി അല്ലേ. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലേ, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ലേ. യെസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നമ്മൾ എന്താണ്, ആ റീഡിംഗ് കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്കാണ്. ഇത് ഏത് പാസേജാണ്, ഹാഫ് എ ഡേ. അപ്പോൾ നിങ്ങൾക്ക് പാസേജ് കാണുമ്പോഴേ മനസ്സിലാവണം ഇത് ഏത് ചാപ്റ്ററിലാണെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ വേണം. Read the passage from the lesson half a day and answer the questions that follow. അപ്പോൾ ഇതൊരു യൂഷ്വൽ പാറ്റേൺ ആണ് അല്ലേ. ഒരു കോംപ്രിഹെൻഷൻ പാസേജ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നതാണ് അല്ലേ. ലെറ്റ്സ് അനലൈസ് ദി പാസേജ്. I was not convinced. I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. അപ്പോൾ ഇവിടെ എന്ത് വേണമെങ്കിലും, വൺ വേർഡ് വേണമെങ്കിലും അല്ലേ, എന്ത് വേണമെങ്കിലും ചോദിക്കുക. ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, സ്കൂളാണ് അല്ലേ പറയുന്നത്. എനിക്കിഷ്ടമല്ല നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചെടുത്തേ, നിങ്ങൾ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
ഫസ്റ്റ് ഡേ നിങ്ങൾ സ്കൂളിൽ പോയ ടൈമിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണോ പോയത്? അതായത് നിങ്ങൾ അത്രയും നാളും ഒരു കംഫേർട്ട് സോണിലാണ് ഇരുന്നത്, വീട്ടിൽ വളരെ സുഖമായിട്ട് ആ പാരൻസിൻ്റെ ഒരു എല്ലാ എന്താണ് കെയറിങ്ങും ലവും എല്ലാം കിട്ടിയിരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് ഇന്ന് നാളെ തൊട്ട് നമുക്ക് പഠിക്കണം അല്ലേ, സ്കൂളിലൊക്കെ പോകണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം, പുതിയ എന്താണ് ബാഗ് അല്ലേ, അംബ്രല്ല എല്ലാം കിട്ടും, അപ്പോൾ ബുക്സൊക്കെ കിട്ടും അല്ലേ, ഒരു പുതിയ ഒരുപാട് കാര്യങ്ങൾ യൂണിഫോമൊക്കെ ഇട്ട് അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷേ നമ്മൾ ആ സ്കൂളിലേക്ക് ആ ഒരു കോമ്പൗണ്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിലെ ഒരു ഫീലിംഗ്, ആ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ നിങ്ങൾ മനസ്സിൽ ഓർക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓർക്കുന്നുണ്ടോ? യെസ്, I was not convinced. I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. അല്ലേ, ആ ഒരു ഇൻറ്റിമസിയിൽ നിന്നും ആ ഒരു ലവ് ആൻഡ് കെയറിൽ നിന്നും എന്നെ പിടിച്ചെടുത്ത് എന്തിനാണ് ഈ ബിൽഡിങ്ങിൽ കൊണ്ടിട്ടതെന്ന് എനിക്കറിയില്ല. ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് മീൻസ് ബിഗ് അല്ലേ. നമുക്ക് വൊക്കാബുലറി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. വൊക്കാബുലറി, നിങ്ങൾക്ക് അറിയാത്ത വൊക്കാബുലറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹൈ വാൾഡ് ഫോർട്രസ്, ഫോർട്രസ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ബിൽഡിംഗ് എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഓക്കെ, വാൾ, ഫോർട്രസ്, സ്റ്റേൺ ആൻഡ് ഗ്രീം അല്ലെ, ഇത്രയും സ്റ്റേൺ ആൻഡ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഈ ബിൽഡിങ്ങിൽ എന്തിനാണോ എന്നെ ഇങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നത് അല്ലേ. When we arrived at the gate, we could see the courtyard vast and crammed. Crammed means fill ചെയ്തിരിക്കുന്ന, fill with people or things. അതാണ് കണ്ടോ. അപ്പോൾ വൊക്കാബുലറി വേണമെങ്കിൽ ചോദിക്കാം. സോ അറിയാത്ത മീനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും vocabulary meaning പഠിച്ചു വെക്കുക. Full of boys and girls, go in by yourself, said my father, and join them. Put a smile on your face and be a good example to others, won't you? പറ്റില്ലേ, നിനക്കതിന് പറ്റില്ലേ, won't you? അപ്പോൾ വില്ലിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഫോമാണ് വോണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗും ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഗ്രാമർ പോർഷനാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ പോർഷൻസ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, എന്താ പറയുന്നത്, നീ ഇങ്ങനെ കരഞ്ഞ് അല്ലെങ്കിൽ സാഡായിട്ടൊന്നും ഇരിക്കേണ്ട, നല്ല ചിരിച്ചുകൊണ്ട് നീ അങ്ങോട്ട് പോകും അല്ലേ. ദാറ്റ് ഈസ് സോ ഗുഡ് ഫീലിംഗ് അല്ലേ, ദിവ്യ പറയുന്നുണ്ട്. യെസ്, ആ ഒരു നല്ല ഗുഡ് ഫീലിങ്സ് ഒക്കെ കിട്ടിയ ഒരു മെമ്മറി ആയിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്തെടുക്കുക അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് നമ്മൾ നോക്കാം ഈ പാസേജിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, why do you think the narrator compared the building to a fortress? What does it show about his feeling? അപ്പോൾ ആൻസർ നോക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആൻസർ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് എല്ലാത്തിനെയും മിസ് ആൻസേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷേ ആൻസേഴ്സ് വായിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എന്താണ് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ളതെന്ന്. ആൻസർ വായിക്കാതെ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, why do you think the narrator compared the building to a fortress? What does it show about his feeling? അപ്പോൾ ആ ഒരു നറേറ്ററിൻ്റെ ഫീലിംഗ് എന്തായിരിക്കും, എന്തുകൊണ്ടാണ് ഒരു ഫോർട്രസ് ആയിട്ട് ഈ സ്കൂൾ ബിൽഡിങ്ങിനെയൊക്കെ കമ്പയർ ചെയ്തിരിക്കുന്നത്, ഫോർട്രസ് ആയിട്ട് ഒരു കോട്ട പോലെ അല്ലെങ്കിൽ വലിയൊരു എന്താ ഇത്രയും ആ ഒരു വളരെ പീസായിട്ടുള്ള വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്നപ്പോൾ ഉള്ള ഒരു ഫ്രസ്ട്രേഷനൊക്കെയാണ് അല്ലേ. യെസ്, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, ആ നറേറ്റർ എന്തുകൊണ്ടാണ് അങ്ങനെ കമ്പയർ ചെയ്തത്, ജസ്റ്റ് കമൻറ്റ് ചെയ്തേ. Yes, the narrator compared the building to a fortress because it looked large, straight and frightening. ഒരു ലവബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ തോന്നുന്നില്ല നറേറ്ററിനല്ലേ. ഇതൊരു ലാർജ്, സ്ട്രിക്റ്റ് ആൻഡ് ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഏതോ ഒരു സ്ഥലമായിട്ടാണ് ആദ്യം നറേറ്ററിന് അത് കണ്ടപ്പോൾ തോന്നി. നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നിയത്, അതോ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഫീലിംഗ് ആയിരുന്നോ? This shows that he felt scared and uncomfortable about going there. അപ്പോൾ ഒരിക്കലും കംഫർട്ട് ആയിരുന്നില്ല നറേറ്ററിനെ. അക്കോർഡിംഗ് ടു ദി നറേറ്റർ, he felt scared and uncomfortable about going there. He's not at all interested to learn or not at all interested to join that school. Okay, that's why he compared the building to a fortress. Why was the narrator not convinced about going to the building? എന്തുകൊണ്ടാണ് നറേറ്റർ കൺവിൻസ്ഡ് ആവാത്തത് ആ ബിൽഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യാൻ? കൺവിൻസ്ഡ് ആവാഞ്ഞതിൻ്റെ റീസൺ എന്താണ്? ദി നറേറ്റർ ഫെൽറ്റ് ദാറ്റ് ദർ വാസ് നോ ഗുഡ് ഇൻ being taken away from the comfort and intimacy of home and sent to the building. ആ ഒരു ഇൻറ്റിമസിയിൽ നിന്നും ആ ഒരു ഇൻറ്റിമസിയിൽ നിന്നും പെട്ടെന്ന് ഒരു ബിൽഡിങ്ങിലേക്ക് കടക്കാനായിട്ട് പറ്റുന്നില്ല അല്ലേ. അതാണ് പ്രശ്നം. ആ ഒരു ഇൻറ്റിമസിയൊക്കെ വിട്ട് അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് പെട്ടെന്ന് സ്കൂൾ എന്ന് പറയുന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല അല്ലേ. യെസ്, ദെൻ വാട്ട് ഡിഡ് ദി നറേറ്റർ സീ വെൻ ദേ അറൈവ്ഡ് അറ്റ് ദി ഗേറ്റ്? ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വേഗം ഒന്ന് ആൻസർ ചെയ്തേ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേഗം
സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും കമൻറ്റ് ചെയ്യണേ. യെസ്, വാട്ട് ഡിഡ് നറേറ്റർ സീ വെൻ ദേ അറൈവ്ഡ് അറ്റ് ഗേറ്റ്? നറേറ്റർ എന്താണ് കാണുന്നത്? ഗേറ്റിൻ്റെ അടുത്ത് അറൈവ് ചെയ്തപ്പോൾ എ ക്വൈറ്റ് എംപ്റ്റി കോർട്ട്യാർഡ് ആണോ കണ്ടത്? ആ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നിങ്ങൾ ആ സ്റ്റോറി മനസ്സിലുണ്ടാവണം. യെസ്, എ വാസ്റ്റ് കോർട്ട്യാർഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ സ്റ്റോറി അറിയുന്നവർക്കെല്ലാം വളരെ ഈസി ആയിട്ട് ഇപ്പോൾ കമൻറ്റ് ചെയ്യും അല്ലേ. ഓൺലി ടീച്ചേഴ്സ് സ്റ്റാൻഡിങ് ദ എ ഗാർഡൻ വിത്ത് ഫ്ലവേഴ്സ്. എന്താണ് കണ്ടത്? നറേറ്റർ സി വെൻ ദേ അറൈവ്ഡ് അറ്റ് ദി ഗേറ്റ്. നറേറ്ററും ഫാദറും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും എന്താണ് കണ്ടത്? ആൻസർ ഈസ് ബി. ആദിത്യ കമൻറ്റ് ചെയ്തിരിക്കുന്നു. യെസ്, യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ ആദിത്യ. ആൻസർ ബി ആണ്, ഓപ്ഷൻ ബി ആണ്. യെസ്, a vast courtyard full of boys and girls. അതാണ് നറേറ്റർ കണ്ടത്. യെസ്, ഐഡൻറ്റിഫൈ ദി കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് യൂസ്ഡ് ഇൻ ദി സെൻറ്റൻസ്. ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? ജസ്റ്റ് കമൻറ്റ് ചെയ്തേ. വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് ഈസ് എ പാർട്ട് ഓഫ് സ്പീച്ച്. നമുക്ക് 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട് ഇംഗ്ലീഷിൽ. അതിലൊരു പാർട്സ് ഓഫ് സ്പീച്ച് ആണ് അല്ലേ ഏത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? യെസ്, അഡ്ജക്റ്റീവ് മീൻസ് the words that describe a noun. Okay, the words that describe a noun. And I will give you a phrase. Beautiful girl. Identify the noun as well as the adjective here. Beautiful girl. Please try to identify what is a noun and which is the adjective. ഏതാണ്? In this phrase, which is noun? Which is an adjective? Yes, girl. Girl എന്ന് പറയുന്നത് എന്താണ്? വേഗം പറഞ്ഞേ. Girl is a noun or adjective. Noun means what? Naming word ആണ്. Name of a person, place, thing, whatever it is, that is called noun. And what is adjective? Yes, the phrases or words that describe about noun. That is adjective. So, yes, very good. Beautiful. A word which describe active noun is called adjective. Yes, Divya. Beautiful. Yes, correct. Beautiful is the adjective. And girl is the noun. So, it's simple. And what is compound adjective? നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ പഠിച്ച ഒരു കാര്യമാണ് അല്ലേ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. എന്താണ്? എ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഇസ് an adjective made by joining 2 or more words to describe a noun. 2 or more words. ഇവിടെ നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലേ ഉള്ളൂ. ആ ഒരു ഗേൾ എന്ന് പറയുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഒറ്റ വേർഡാണ് യൂസ് ചെയ്തത്. ഇനി കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ വേർഡ്സ് കാണും. ഏതാ? ഒറ്റ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് മോർ ദാൻ 1 വേർഡ്സ്. ആൻഡ് ദീസ് വേർഡ്സ് ആർ യൂഷ്വലി കണക്റ്റഡ് വിത്ത് എ ഹൈഫൻ. ഒരു ഹൈഫൻ ഇട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ 2 വേർഡ്സും ഉണ്ടാവുക. എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്? ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഓക്കെ. Yes, it acts as one describing word for a noun. Examples നോക്കിക്കേ. High walled building. ഇവിടെ ഏതാണ് compound? Which is a compound adjective? Yes, high walled is the compound adjective. Well known. Well known. Both this word, describe the noun or the. So, it's a compound adjective because there are 2 words and it's connected with a hyphen. So, it is called compound adjective. And full-time job. So, full-time. That's an example for compound adjective. So, I hope you got a clear idea about what is compound adjective. Is it clear? Long-haired girl, 10-year-old boy. These are all examples for compound adjectives. Example in a sentence. Look at the sentence. The school looked like a high-walled fortress. High-walled fortress. High-walled is describing the word, the noun fortress. So, it is called compound adjective. Here, high-walled is a compound adjective because 2 words, high plus wall joined together to describe the noun fortress. So, that is why we can call this as compound adjective. So, identify the compound adjective used in the sentence. I look like some huge high wall fortress. We have already discussed. അല്ലേ? നമ്മൾ ഇത് പറഞ്ഞു. High walled is the compound adjective. Okay? Then, ഇനി നമ്മൾ അടുത്തത് ഒരു discourse question. അല്ലേ? discourse writingലേക്കാണ് പോകുന്നത്. It's very simple. So, നമുക്കൊന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഫോമാറ്റ് അറിഞ്ഞിരിക്കുക, അതാണ് മെയിൻ കാര്യം. പിന്നെ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള കോണ്ടന്റ്, അതുപോലെ തന്നെ എന്താണ് മെസ്സേജ്, എന്താണത് ഉൾപ്പെടുത്തുന്ന മെയിൻ പോയിന്റ്സ്, അത് അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് എന്ത് ചെയ്യാം? മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് ഏതിൽ നിന്നുള്ള ഒരു ചാപ്റ്ററാണ്?
യെസ്, ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും അറിയാലോ. ആ ചാപ്റ്ററിൻ്റെ ഒരു കണ്ടന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ബേസ്ഡ് ഓൺ ദി ചാപ്റ്റർ ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ബൈ സെൽമ ലാഗർലോഫ്, ആഫ്റ്റർ റിസീവിംഗ് ദി നോബൽ പ്രൈസ് the author feels grateful to many people who help her in life. ആ ത്രൂ ഔട്ട് ലൈഫിൽ ഹെൽപ്പ് ചെയ്ത എല്ലാവരെയും നമ്മൾ ഓർത്തെടുക്കുന്നുണ്ട്. അവരോടൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു റൈറ്ററാണ് നമ്മൾ ഈ കാണുന്നത് ആ ഒരു ചാപ്റ്ററിൽ, അല്ലേ? Imagine that she decided to write a letter to her father in heaven, expressing her feelings of gratitude and sharing the joyful news. അല്ലേ, ഫാദർ ഇപ്പോൾ അവളുടെ കൂടെ ഇല്ല, മരിച്ചുപോയി, അല്ലേ? യെസ്, എന്നാലും ആ ഫാദറിൻ്റെ ഒരു ഓർമ്മ അവളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ ഫാദറിൻ്റെ അടുത്ത് പോകുന്നതും സംസാരിക്കുന്നതും ഇൻട്രാക്ട് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പം ഈ ഒരു ഫാക്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇമാജിൻ ചെയ്തിട്ട് ഫാദറിനൊരു ലെറ്റർ എഴുതുന്നതായിട്ട് ആര്, നമ്മുടെ റൈറ്റർ. നിങ്ങൾ ആരാവണം? സെൽമ ലാഗർലോഫ്. സെൽമ ലാഗർലോഫ് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത ജേർണി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ വേണം നിങ്ങളെ റൈറ്റിംഗ് എഴുതേണ്ടത്, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഷെയറിങ് ദി ജോയ്ഫുൾ ന്യൂസ്. അത്രയും ജോയ്ഫുൾ ആയിട്ടുള്ള ന്യൂസ് നമ്മുടെ ഫാദർ ഇമാജിൻ ചെയ്യുകയാണ്. ശരിക്കും ഫാദർ ഇല്ല, അല്ലേ, മരിച്ചുപോയി. സോ ഇമാജിൻ ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷൻ, ഹൗ ഷീ എക്സ്പ്രസ് ഹർ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ടുവേർഡ്സ് ഫാദർ ആൻഡ് ഹൗ ഷീ കൺവേ ഹർ ഫീലിങ്സ് ഓർ ഹാപ്പിനെസ് towards father, in the time of when she received the Nobel Prize. Okay, write a letter to your father expressing your happiness about receiving the Nobel Prize and thanking him for inspiring your love for literature and stories. അപ്പോൾ ഫാദറിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്ന് ആ ചാപ്റ്ററിൽ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതിക്കൂടെ? യെസ്, നോക്കിക്കേ. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രം അഡ്രസ്സിൽ എന്താ ജസ്റ്റ് പ്ലേസും ഡേറ്റും മെൻഷൻ ചെയ്താൽ മതി. നെയിം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ദിറ്റ്സ് ഇൻഫോർമൽ ലെറ്റർ. ഫാദറിന് നമ്മൾ ആരെങ്കിലും ഫോർമൽ ലെറ്റർ എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല, ജസ്റ്റ് ഒരു ഇൻഫോർമൽ ലെറ്റർ ആണ്, അല്ലേ? യെസ്. അപ്പോൾ എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം? യെസ്, യു ഷുഡ് റൈറ്റ് ഡേ, പ്ലേസ്, ഡേറ്റ് ആസ് വെൽ ആസ് സല്യൂട്ടേഷൻ. ഡിയർ ഫാദർ, ഐ ഹോപ്പ് യു ആർ അറ്റ് പീസ് ഇൻ ഹെവൻ. അല്ലേ, ഇപ്പം ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഐ ഹോപ്പ് യു ആർ അറ്റ് പീസ് ഇൻ ഹെവൻ. ടുഡേ ഐ റൈറ്റ് ടു യു വിത്ത് എ ഹാർട്ട് ഫുൾ ഓഫ് ജോയ് ആൻഡ് ഇമോഷൻ. ഫസ്റ്റ് തന്നെ ഷീ ട്രൈ ടു എക്സ്പ്രസ് ഹർ ഫീലിങ്സ്, ഇമോഷൻസ് ടുവേർഡ്സ് ദി ഫാദർ. ആൻഡ് വാട്ട് ഇസ് ദി സ്റ്റേറ്റ് ഓഫ് ഇമോഷൻ ദാറ്റ് ഷീ ഹാഡ് എക്സ്പീരിയൻസ്ഡ് then? I have received, and what is the great news that she want to express? Yes, I have received the great honor of the Nobel Prize in Literature. That is the greatest news that she wanted to show, that she wanted to reveal to her father. At this happy moment, I miss you deeply because I know that no one would have been happier than you to hear this wonderful news. അപ്പോൾ ഇവിടെ പറയുകയാണല്ലേ, ഇത് അച്ഛൻ്റെ അത്രയും ഫാദറിൻ്റെ അത്രയും ഹാപ്പി ആകുന്ന വേറൊരാളില്ല. എൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ ഇത്രയും ഹാപ്പിനെസ് കിട്ടുന്ന വേറൊരാളില്ല. അപ്പോൾ ഒരു ഹാപ്പിനെസ്സിനെ ഫാദർ ഇല്ലാത്തതിൽ ഒരുപാട് ഒരു വിഷമം പങ്കുവെച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. Father, whenever I think of my childhood, I remember the evenings. ആ ഈവനിങ്സ് ഒക്കെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഇത് ഓർത്ത് നോക്കുക, അല്ലേ? നിങ്ങൾ ഇതേപോലെ ഇമാജിനറി ലെറ്റർ എഴുതുന്നതായിട്ട്, അല്ലേ? ആ റൈറ്ററിൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു ഇമാജിനറി ലെറ്റർ എഴുതുന്നത്. ഫാദർ, whenever I think of my childhood, I remember the evenings when you used to play the piano and sing beautiful songs for us. അല്ലേ, എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള പിയാനോ പ്ലേ ചെയ്തതും ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ പാടുന്നതും ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് റീകോൾ ചെയ്യുകയാണ്, അല്ലേ? യെസ്, യു ഓൾസോ എൻകറേജ് us to read stories, poems and fairy tales. ഞങ്ങളെ എൻകറേജ് ചെയ്യുമായിരുന്നു സ്റ്റോറീസ് വായിക്കാനും അതുപോലെ പോംസും ഫെയറി ടെയിൽസ് ഒക്കെ വായിക്കാൻ എൻകറേജ് ചെയ്തു. അതുകൊണ്ടാണ് ഒരു ലിറ്ററേച്ചറിനോടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുള്ളത്. Those moments fill my mind with imagination and love for literature. It was because of your guidance that I began to dream and write. So ഇവിടെ നോക്കിക്കേ, ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്, അല്ലേ? യെസ്, എന്തൊക്കെയാണ് എഴുതേണ്ടത്, അല്ലേ? ആ ഒരു ഫാദറിൻ്റെ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റുകളൊക്കെ ഓർത്ത് വെക്കുക, എൻകറേജ് ചെയ്തിരുന്നു, അല്ലേ? റീഡ് സ്റ്റോറീസ്, പോംസ് ആൻഡ് ഫെയറി ടെയിൽസ്. ദോസ് മൊമെന്റ്സ് ഫിൽ വിത്ത് മൈ മൈൻഡ് ഇമാജിനേഷൻ ആൻഡ് ലവ് ഫോർ ലിറ്ററേച്ചർ. എങ്ങനെയാണ് വളർത്തിയെടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. It was because of your guidance. അപ്പോൾ ഫാദറിനെയാണ് പറ്റിയാണ് പറയുന്നത്. കാരണം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഫാദറിനെ പറ്റിയിട്ടുള്ള ആ ഒരു തോട്ട്സ് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് എന്ത് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡയറി എൻട്രി ആവട്ടെ എന്തും. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഫോമാറ്റ് മാത്രം ചേഞ്ച് ചെയ്താൽ പോരെ, ഈസി അല്ലേ? Yes, today people appreciate my books and stories, but I know that the roots of my success lie in the lessons you taught me. കണ്ടോ, അവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യമാണ്. അതായത് എങ്ങനെയാണ് അവളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അവൾ എല്ലാവരോടും എക്സ്പ്രസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഫാദറിൻ്റെ അടുത്ത്. അതാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്രീഷിയേറ്റ് മൈ ബുക്സ് ആൻഡ് സ്റ്റോറീസ്.
everyone today people അല്ലേ എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു my books and story but I realize but I know that the roots of my success lie in the lessons you taught me. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആ ഒരു റൂട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, ബേസ് ഓഫ് മൈ സക്സസ് ലൈ ഇൻ ദി ലെസൺസ് ദാറ്റ് യു ടോട്ട്. You means father, yes, father taught me. Your love for music, stories and learning inspired me greatly. So ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് ഡയറി എൻട്രി ആയാലും നറേഷൻ ആയാലും അതല്ലെങ്കിൽ എന്ത് പോയിന്റ്സ് എന്ത് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ബേസ് ചെയ്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക. യുവർ ലവ് ഫോർ മ്യൂസിക്, സ്റ്റോറീസ് ആൻഡ് ലേണിംഗ് ഇൻസ്പയർഡ് മീ ഗ്രേറ്റ്ലി. എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഐ ഫീൽ ദാറ്റ് ഐ ഓ മൈ അച്ചീവ്മെൻറ്റ്സ് ടു യു ആൻഡ് ടു ഓൾ ദോസ് ഹു ഹെൽപ്പ് മീ അലോങ് ദി വേ. അപ്പോൾ എന്താ, എൻ്റെ അച്ചീവ്മെൻറ്റ്സിൽ നിങ്ങളും ഓൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളും ഒരു പാർട്ടാണ് അല്ലേ ഫാദർ. അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരോടെല്ലാമുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഐ വിഷ് യു വർ ഹിയർ സോ ദാറ്റ് ഐ കുഡ് ഷെയർ ദിസ് ജോയ് വിത്ത് യു. ഐ വിഷ് യു വർ, കണ്ടോ ഇവിടെ ആ ഒരു യൂസേജ് കണ്ടോ, ഐ വിഷ് യു വർ, യുവിൻ്റെ കൂടെ വേറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഇമാജിനറി ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിലാണ് നമ്മൾ യു അലോങ് വിത്ത് യു വി യൂസ് വേർ. യൂഷ്വലി നമ്മൾ യു എന്ന് പറയുന്ന എന്ന് പറയുന്നത് എന്താ, ഐ യു ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ എന്ത് ചേർക്കാറില്ല, ഐ വാസ് എന്നല്ലേ പറയുക. അതുപോലെ ഐയുടെ കൂടെ വേറെ ചേർക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എപ്പോഴാണ്, ഒരു ഇമാജിനറി അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ. ഐ വിഷ് യു വർ, കണ്ടോ ഇവിടെ ഒരു ഇമാജിനറി അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത് അല്ലേ. അതായത് ഞാനിങ്ങനെ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്നു അല്ലേ. യെസ്, അപ്പോൾ എന്താണ്, ഐ വിഷ് യു വർ ഹിയർ സോ ദാറ്റ് ഐ കുഡ് ഷെയർ ദിസ് ജോയ് വിത്ത് യു. ഐ താങ്ക് യു ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഫോർ എവറിത്തിങ് യു ഗേവ് മീ. യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് ഇൻസ്പിറേഷൻ വിൽ ഓൾവേസ് റിമെയിൻ with me, with love and gratitude, your loving daughter എന്ന് പറഞ്ഞിട്ട് ഫാദർ ഉണ്ടായിരുന്നുവെങ്കിൽ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യും, ഇത്രയും ഒരു ഹാപ്പിനെസ് എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു എന്നൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലെറ്റർ ഫോമാറ്റ്. എന്താണ്, സെൻഡിങ് ടു അവർ ഫാദർ ഈസ് ഫോമൽ ലെറ്റർ. യു ആർ സെയിങ് ഫോമൽ ലെറ്ററോ, ഫാദറിന് നമ്മളൊരു ലെറ്റർ അയക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോമൽ ലെറ്റർ ആവുന്നത്? ഇൻഫോമൽ അല്ലേ. ഫാദറിനൊക്കെ നമ്മൾ ഫാദർ, അതുപോലെ ഫ്രണ്ട്സ്, അതൊക്കെ നമ്മൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള നമ്മൾ ഭയങ്കര അടുത്ത ആൾക്കാരല്ലേ. അപ്പോൾ അവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫോമൽ ആയിട്ടുള്ള ലെറ്റർ എഴുതാം. അങ്ങനെ ഇൻഫോമൽ ലെറ്റർ ആണ് അത് വരിക. ഒഫീഷ്യൽ ആയിട്ടുള്ള ലെറ്റർ ഇല്ലേ, അപ്പം എഡിറ്ററിന് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, നമ്മുടെ ഏറ്റവും അതോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളൊരു ലെറ്റർ എഴുതുന്നതാണ് ഫോമൽ ലെറ്റർ. ഒരിക്കലും നമ്മൾ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ, ഫ്രണ്ട്സ് ഇവർക്കൊക്കെ നമ്മൾ എന്താ ഇൻഫോമൽ ലെറ്റർ ആണ് എഴുതാറ് കേട്ടോ. യെസ്, read the poem carefully and answer the following questions. ഇവിടെ നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന ആ ഒരു പോമിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈൻസ് ആണ്. ഈ പോം മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് സ്റ്റാൻസ് അല്ലെങ്കിൽ ഏത് ലൈൻസ് വേണമെങ്കിലും എടുത്ത് ചോദിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ആ ഒരു റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ചാപ്റ്റർ മൊത്തത്തിലൊന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ പോം ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. ഇൻ കോൺസിക്വൻസ് ദ സോറി ഫാക്ട് is that we arrive here improvised and leave without the chance to practice. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ, ഇംപ്രൂവൈസ് ചെയ്യാനൊന്നും ടൈം കിട്ടുന്നില്ല. ഒരു കാര്യവും രണ്ടു വട്ടം നടക്കുന്നില്ല ഒരേപോലെ അറ്റ് ദ സെയിം ടൈം. എന്താ, ദി സെയിം മാനറിൽ നടക്കില്ല, ഒരു കാര്യവും നടക്കില്ല അല്ലേ. ഈവൻ ഇഫ് ദർ ഈസ് നോ വൺ ഡംപർ ഇഫ് യു ആർ ദി പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡാൻസ് അല്ലേ. ലാക്ക് ഓഫ് ഇൻ്റലിജൻസ് എന്നൊക്കെയാണ് ഡംപർ ഡാൻസ് എന്നൊക്കെ പറയുന്നതിൻ്റെ മീനിങ്. അപ്പോൾ വൊക്കാബുലറി നോക്കി പോവുക, പോയറ്റിക് ഡിവൈസസ് മസ്റ്റായിട്ടും നോക്കിയിരിക്കുക. ഓക്കെ, പിന്നെ അനാലിസിസ്, തീം, ഇതെല്ലാം ഒരു പോം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, you can't repeat the clause in summer. This course is only offered once. No day copies yesterday. ഒരു ഡേയും അടുത്ത യെസ്റ്റർഡേ കോപ്പി ചെയ്യുന്നില്ല. എല്ലാം ഡിഫറെൻറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സെയിം എക്സാക്ട് സെയിം ഇന്നലെ സംഭവിച്ച അതേ കാര്യം വളരെ എക്സാക്റ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടോ ഇന്ന്? എന്തെങ്കിലും ചെറിയ വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഡെയിലി നിങ്ങൾ ഒരേ റുട്ടീൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, ഡെയിലി സ്കൂളിൽ പോകുന്നു അല്ലേ, ഒരേപോലെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഏറ്റവും എക്സാക്റ്റ് കോപ്പി എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പറ്റില്ല അല്ലേ. നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. യെസ്റ്റർഡേ നടന്ന അത് എക്സാക്റ്റ് ആയിട്ടാണ് ഇന്നും നടന്നത് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല.
No two my nights will teach what blazes in precisely the same way. Precisely means the correct way. അല്ലെ വളരെ കറക്റ്റ് ആയിട്ട് അതേപോലെ ഒരിക്കലും സംഭവിക്കില്ല. With precisely the same kisses. One day perhaps some idle tongue mentions your name by accident. I feel as if rose were flung into the room of all hue and scent. Hue means എന്താണ് കളറാണ്. ഓക്കെ, വൊക്കാബുലറിയും കൂടെ നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഓക്കെ, the next day though you are here with me, I can't help looking at the clock. A rose, what could that be? Is it a flower or a rock? Why do we treat the fleeting day? So fleeting day യുടെ significance ചോദിക്കാല്ലേ question ആയിട്ട്. Yes, with so much needless fear and sorrow, it's in its nature not to stay. Today is always gone tomorrow. And smiles and kisses we prefer to seek accord beneath our star, although we are different, just as two drops of water are. 2 drops of water. അതായത് എല്ലാ കാര്യങ്ങളും വളരെ യുണീക്കാണ്, ഒന്നും പിന്നീട് നടക്കുന്നില്ല അല്ലേ. യെസ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഈ ഒരു പോമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നോക്കിക്കേ എല്ലാവരും. Why does the poet say that nothing can ever happen twice? What idea about life does the poet express through these lines? ഒരിക്കലും ഒരു കാര്യവും ഒരേപോലെ നടക്കുന്നില്ല, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് നടക്കുന്നില്ല, സെയിം പാറ്റേണിൽ. വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ദി പോയറ്റ് സജസ്റ്റ് ദാറ്റ് എവറി മൊമെന്റ് ഇൻ ലൈഫ് ഇസ് യുണീക്ക്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ദാറ്റ് യു ഹാവ് ടു ലേൺ ത്രൂ ദിസ് പോം. What is that? Every moment in life is unique and cannot be repeated. ലൈഫിലെ ഒരു കാര്യം റിപ്പീറ്റ് ആയിട്ട് നടക്കുന്നില്ല, എല്ലാം യുണീക്കാണ് അല്ലേ. ലൈഫ് മൂവ്സ് ഫോർവേഡ് കണ്ടിന്യൂസ്ലി ആൻഡ് ഈച്ച് എക്സ്പീരിയൻസ് ഹാപ്പൻസ് ഓൺലി വൺസ്. ഓരോ എക്സ്പീരിയൻസും ഒരിക്കൽ മാത്രം നടക്കുന്ന കാര്യമാണ് അല്ലേ. ലൈഫ് മൂവ്സ് ഫോർവേഡ് കണ്ടിന്യൂസ്ലി ആൻഡ് ഈച്ച് എക്സ്പീരിയൻസ് ഹാപ്പൻസ് ഓൺലി വൺസ്. സോ യു ക്യാൻ ഇൻക്ലൂഡ് ദീസ് ഓൾ പോയിന്റ്സ് വെൻ ഇറ്റ്സ് കംസ് ആസ് ആൻ അപ്രീസിയേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്രീസിയേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ദീസ് ഐഡിയ റിമൈൻഡ്സ് us, നമ്മൾ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? ടു വാല്യൂ എവറി മൊമെന്റ് ബിക്കോസ് വി കനോട്ട് റിലീവ് ഇറ്റ്. So the importance of enjoying each moment in our life is very crucial. So that's the important points with regard to this poem. Okay, then what does the poet mean by the line this course is only offered once? അപ്പോൾ അതെന്താണ് കണ്ടോ, ആ ഒരു ക്വസ്റ്റ്യനിലെ എല്ലാ പോയിന്റ്സും അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള തീമെല്ലാം വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. The poet compares life to a course or class that can be taken only once. അപ്പോൾ ഈ ഒരു ലൈഫിനെ ഒരു കോഴ്സായിട്ടോ അല്ലെങ്കിൽ ക്ലാസ് ആയിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എന്നുള്ള ഫാക്റ്റൊക്കെ നമ്മൾ ഓർത്തിരിക്കുക. കോഴ്സ് ഓർ ക്ലാസ് ആയിട്ടാണ് ലൈഫിനെ കമ്പയർ ചെയ്യുന്നത്. ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഓൺലി വൺസ്. അതൊരിക്കലും മാത്രമേ നടക്കൂ അല്ലേ. ദിസ് മീൻസ് വി ഡു നോട്ട് ഗെറ്റ് അനദർ ചാൻസ് ടു ലീവ് ദി സെയിം ലൈഫ് എഗെയിൻ. നമ്മുടെ ഒരു സെയിം ലൈഫ് തന്നെ ഇനി ഒരിക്കലും ഒരു ചാൻസ് കൂടെ ഉണ്ടല്ലോ എനിക്ക് ജീവിക്കാം എന്ന് പറഞ്ഞിരിക്കരുത് അല്ലേ. ഒരിക്കലും ദിസ് മീൻ വി ഡു നോട്ട് get another chance to lead the same life again. So we should live it wisely. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് വേണം നമ്മൾ ലൈഫ് യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് അപ്രീഷിയേറ്റ് ഈച്ച് എക്സ്പീരിയൻസ്. ഓരോ എക്സ്പീരിയൻസും നമ്മൾ എൻജോയ് ചെയ്യുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ടൈമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാൻ നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനില്ല. ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കതൊരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ വൈസ് ആയിട്ടുള്ള ഡിസിഷൻസ് എപ്പോഴും എടുക്കുക അല്ലേ. യെസ്, പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് നടക്കണം. Yes, identify the poetic device used in the line. Yes, although we are different, we are conquered just as 2 drops of water are. അപ്പോൾ ഇവിടെ എന്തോ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? കമ്പാരിസൺ ഇവിടെ ഉണ്ട്, ആസിൻ്റെ യൂസേജും ഉണ്ട്. ലൈക്ക് ഓർ ആസ് വെച്ച് കമ്പയർ ചെയ്യുന്നതിന് നമ്മൾ ഏത് പോയറ്റിക് ഡിവൈസ് എന്നാണ് പറയുന്നത്? വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, വിച്ച് ഇസ് ദ പോയറ്റിക് ഡിവൈസ് ദാറ്റ് യൂസ് ടു കമ്പയർ ടു ഡിഫറെൻറ്റ് എൻ്റയർലി ഡിഫറെൻറ്റ് തിങ്സ് യൂസിങ് ദി വേർഡ്സ് ലൈക്ക് ഓർ ആസ്? ഏതാണ്? യെസ്, ഇറ്റ്സ് സിമിലി. യെസ്, വാട്ട്സ് എ പോയറ്റിക് ഡിവൈസ്? യെസ്, സിമിലി. So the poetic device used here is the simile. It compares people to 2 drops of water using the word as. അല്ലേ, 2 drops of water ആയിട്ടാണ് ലൈഫിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. This shows that although people may appear similar, അതായത് നമ്മൾ ചില ആൾക്കാർ ഇപ്പോൾ ട്വിൻസിൻ്റെയൊക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർ വളരെ സിമിലർ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ എന്തല്ല, അവർ രണ്ടും രണ്ട് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അവരിൽ തന്നെ ഒരിക്കലും സെയിം എക്സാക്ട് കോപ്പി എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. യുണീക്കാണ് ഓരോ പേഴ്സണും ലൈഫിൽ. നമ്മുടെ ഓരോ വേൾഡിലെ ഓരോ പേഴ്സണും, ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക് ഇൻ ദിസ് വേൾഡ്. സോ ദാറ്റ്സ് എ മെയിൻ പോയിന്റ് ദി പോം പുട്ട് ഫോർവേഡ്. ഓക്കെ, യുണീക്ക്, ഈച്ച് പേഴ്സൺ ഈസ് സ്റ്റിൽ യുണീക്ക്. ദാറ്റ്സ് ദി പോയിന്റ്. യെസ്, സിമിലിയാണ് അല്ലേ. യെസ്.
what does the word fleeting mean in the line? Why do we treat the fleeting day? Fleeting day, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഫ്ലീറ്റിംഗ് എന്നാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, പെട്ടെന്ന് പോകും, ടൈമില്ല, നമുക്ക് പെട്ടെന്ന് പോകും അല്ലേ? ഒരു അപ്പോൾ ഇതിനകത്ത് ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട്? അപ്പോൾ ഇതൊരു MCQ ആണ്, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. Which option is the right one? What does the word fleeting mean in the line? Why do we treat the fleeting day? അപ്പോൾ അവിടെ എന്താണ് മീൻ ചെയ്യുന്നത്? ലാസ്റ്റിംഗ് ഫോർ എവർ, എന്നെന്നും നിലനിൽക്കുന്നതാണോ ആ ഒരു ഫ്ലീറ്റിംഗ് ഡേ മീൻ ചെയ്യുന്നത്? ഓർ പാസിംഗ് ക്വിക്ക്ലി, അതോ പെട്ടെന്ന് പോകുന്നതാണോ? ഇത് ഓർ വെരി ബ്യൂട്ടിഫുൾ, വെരി ഡിഫിക്കൽട്ട്, വിച്ച് ഇസ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി വേർഡ് ഫ്ലീറ്റിംഗ് ഡേ? ഇതാണ് ഫ്ലീറ്റിംഗ് ഡേ എന്ന് പറയുന്നത്. പാസിംഗ് ക്വിക്ക്ലി, യെസ്, ആദിത്യ കമൻറ്റ് കറക്റ്റ് ആണ്. പാസിംഗ് ക്വിക്ക്ലി, യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Okay, fleeting day. Why does the poet ask the question, why do we treat the fleeting day with so much needless fear and sorrow? What message does the poet want to give the readers? So, ഈ question answers ഒക്കെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഈ പോമിന് എന്ത് ചോദിച്ചാലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഈവൻ അപ്രീസിയേഷൻ വന്നാൽ പോലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, yes, the point questions why people worry too much about life even though time passes quickly. അല്ലെ, ടൈം ഇങ്ങനെ വളരെ പെട്ടെന്നാണ് പോകുന്നത്, പിന്നെ എന്തിനാണ് നമ്മൾ വെറി ചെയ്യേണ്ട കാര്യം? എന്തിനെ പറ്റിയും ഒന്നിനെ പറ്റിയും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ഒരു അറ്റ് പ്രസൻറ്റ് നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് എടുക്കുക, നമ്മൾ എൻജോയ് ചെയ്യുക അല്ലേ? യെസ്, the message is that we should enjoy the present moment, live happily and not waste time with unnecessary fear or sadness. This is a very important point and important message throughout the poem. Okay, the message is that we should enjoy the present moment, live happily and not waste time with unnecessary fear or sadness. ഒരു സാഡ്നെസ്സിൻ്റെയോ ഫിയറിൻ്റെയോ ഒന്നും ആവശ്യമില്ല, നമ്മൾ ലൈഫ് എന്ത് ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക. ദാറ്റ്സ് ദി പോയം want to convey with us. Okay, is it clear? യെസ്, ഇനി നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ സെഷനിലേക്കാണ് പോകുന്നത്. എല്ലാവരും ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലായ കാര്യങ്ങളൊക്കെ പറയുക. ഓക്കെ, ഗ്രാമർ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് പാർട്ടിൽ അല്ലേ, ടെക്സ്റ്റിൽ. അപ്പോൾ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് വോയിസ്? വാട്ട് ഈസ് വോയിസ്? ബിഫോർ ഗോയിങ് ഫോർ ദി ലെസൺ, ദി റൂൾസ് ആൻഡ് എവറിത്തിങ്, you should know what is voice. Voice എന്ന് പറയുന്നത് എന്താണ്? It shows whether the subject performs the action or receive the action. അതാണ് ഈ വോയിസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് രണ്ട് വോയിസ് ആണ് ഇംഗ്ലീഷിലുള്ളത് അല്ലേ പഠിക്കാനായിട്ട്, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. എന്തൊക്കെയാണ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്? അപ്പോൾ നമുക്കൊരു ഐഡിയ വേണം. വാട്ട് ഈസ് ആക്റ്റീവ് വോയിസ്? ഇൻ ആക്റ്റീവ് വോയിസ് ദി സബ്ജക്ട് പെർഫോം ദി ആക്ഷൻ. അപ്പോൾ ഇതാണ്, ദിസ് ഇസ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അബൌട്ട് ആക്റ്റീവ് വോയിസ്. വാട്ട് ഇസ് ദാറ്റ്? ദി സബ്ജക്ട് പെർഫോം ദി ആക്ഷൻ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താണെന്ന് അറിയാം. ഹി, ഷീ, ദേ എന്നൊക്കെ പറയുന്നത് സബ്ജക്റ്റ് ആണ്. നെയിം ഓഫ് പേഴ്സൺ, ഇപ്പം നമ്മുടെ പേരൊക്കെ അല്ലേ, അതൊക്കെ എന്താണ്, ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ സബ്ജക്റ്റ് ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നു. ഷീ ടീച്ചേഴ്സ് എ ലെസൺ. ഓക്കെ, അവിടെ എന്ന് പറയുന്നത് ഷീ ടീച്ചേഴ്സ് എ ലെസൺ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. യെസ്, ഷീ ഇസ് ദി സബ്ജക്റ്റ് ഹിയർ ആൻഡ് ടീച്ചേഴ്സ് ഇസ് ദി വെർബ്. ലെസൺ ഇസ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഫോർമുല എന്ന് പറയുന്നത്, ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് എ സെൻറ്റൻസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇവിടെ സബ്ജക്റ്റ് ആണ് ഒരു ആക്ഷൻ ചെയ്യുന്നത്. എന്താണ്? ടീച്ച് ചെയ്യുക എന്ന് പറയുന്നത് സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു ആക്ഷനാണ്. ഈ ഒബ്ജക്റ്റിൽ അതൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, ഇതിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുമുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളതാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ദിസ് ഇസ് ദി ഫോർമാറ്റ് ഓഫ് ആക്റ്റീവ് വോയിസ്. This is the format of every sentence, and in active voice the subject performs the action. That is the important point. Example, the teacher explains the lesson. Alle, the teacher is the subject, explains is the verb and lesson is the direct object. Alle, ഇവിടെ ടീച്ചർ ചെയ്യുന്ന ഒരു ആക്ഷൻ, അത് ഡയറക്റ്റ് ആരിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ആ ലെസൺ ആണ് പഠിപ്പിക്കുന്നത്. ടീച്ചർ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ലെസൺ ഒബ്ജക്റ്റിൽ അല്ലേ? The headmistress took the decision. തീരുമാനം എടുക്കുക എന്നതാണ് ഹെഡ് മിസ്ട്രസ് ചെയ്യുന്നത്. കണ്ടോ, ആ ഡിസിഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് സബ്ജക്റ്റ്. അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പാസീവ് ഫോമിലേക്ക് മാറ്റാൻ പറ്റൂ. അതിനാണ് അത് എടുത്ത് പറയുന്നത്. ഓക്കെ, ദി ഹെഡ് മിസ്ട്രസ് ഇസ് ദി സബ്ജക്റ്റ് ഹിയർ, ടുക്ക് ഇസ് ദി വേർബ് ഹിയർ, ദെൻ ഡിസിഷൻ ഇസ് ദി ഒബ്ജക്റ്റ്. ദി ഡോക്ടർ എക്സാമിൻ ദി പേഷ്യൻറ്റ്. അപ്പോൾ ദി ഡോക്ടർ ഇസ് ദി സബ്ജക്റ്റ്, എക്സാമിൻ ഇസ് ദി വേർബ് ആൻഡ് ദി പേഷ്യൻറ്റ് ഇസ് ദി ഒബ്ജക്റ്റ് ഹിയർ. Then here the subject does the action. In these three sentences the subject do the action. Okay, is it clear? ഇതാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പാസീവ് വോയിസിലേക്ക് ഇനി വരുമ്പോൾ എന്ത് മാറ്റമാണ്? വാട്ട് ഡസ് എ ചേഞ്ച് ഹാപ്പൻ വെൻ ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു പാസീവ് വോയിസ്? ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, ഇൻ പാസീവ് വോയിസ് ദി സബ്ജക്ട് റിസീവ് ദി ആക്ഷൻ. ഹിയർ വി ക്യാൻ സീ ദി സ്ട്രക്ചർ ഒബ്ജക്ട് പ്ലസ് ഫോം ഓഫ് ബി. ബി ഫോം എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അറിയാമോ? പറഞ്ഞേ ഒന്ന്. ബി ഫോം ഏതൊക്കെയാണ് ഇംഗ്ലീഷിൽ എന്ന് അറിയാമോ? ഏതൊക്കെയാ? ഈസ്, ആം, ആർ, വാസ്,
വേർ, ഇതെല്ലാം ബി ഫോം ആണ്. പിന്നെ ഹാസ് ബീൻ, അപ്പം ഇതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് പാസീവിൽ എന്ന് അറിയണം. ഹാസ് ബീൻ, ഹാവ് ബീൻ, കണ്ടിന്യൂസിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ? അപ്പോൾ ഇതാണ് ബി ഫോം എന്നൊക്കെ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. ഹാഡ് ബീൻ, അപ്പോൾ ഇതൊക്കെ ബി ഫോം ആണ്. ഈസ്, ആം, ആർ, വാസ്, വെയർ. അപ്പോൾ ഇതൊക്കെ പാസീവിൽ നമ്മൾ ഒരു സെൻറ്റൻസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ, ആക്റ്റീവിലെ ഒരു സെൻറ്റൻസിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഈ ഒരു ചേഞ്ച് ഉണ്ടാവുന്ന എല്ലാവരും മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, സ്ട്രക്ചർ നോക്കിക്കേ. ആദ്യം നമ്മൾ സബ്ജക്റ്റ് ആയിരുന്നു. നേരത്തെ നമ്മൾ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നതിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇപ്പോൾ ടീച്ചർ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അവിടുത്തെ ഒബ്ജക്റ്റ് ആയിരുന്നു ലെസൺ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, നമ്മളൊരു സെൻറ്റൻസിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ആ ഒബ്ജക്റ്റ് ആയിരിക്കും ആദ്യം വരുന്നത്. ഓക്കെ, സബ്ജക്റ്റ് ലാസ്റ്റ് വരും. അപ്പോൾ ഇവിടുത്തെ ഫോമാറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഒബ്ജക്റ്റ് ആദ്യം, ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് മാറി ഒബ്ജക്റ്റ് വരും. പിന്നെ ഈ ഈസ്, ആം, ആർ, വാസ്, വെയർ ഇതിലേതെങ്കിലും ആയിരിക്കും ഫോം ഓഫ് ബി വരും. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇറ്റ്സ് എ വെരി മസ്റ്റ് യു വോണ്ട് ടു നോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ V3 ഫോം. ഇപ്പോൾ റൈറ്റിൻ്റെ V1, V2, V3 പെട്ടെന്നൊന്ന് പറയാമോ? റൈറ്റ് എന്ന് പറയുന്നത് V1 ആണ്. അതിൻ്റെ V2 ഏതാണ്? V3 അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം V3 അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ. യെസ്, ഏതാണ്? റൈറ്റിൻ്റെ V2 എന്ന് പറയുന്നത് ഏതാ? റോട്ടാണ് അല്ലേ? റൈറ്റ്, റോട്ട്. ഇനി V3 ഫോം ഏതാ വരുന്നത്? റിട്ടൺ ആണ്. യെസ്, ഈ V3 ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം, മസ്റ്റ്. ഈറ്റിൻ്റെ V2, V3 പെട്ടെന്ന് പറഞ്ഞേ. ഈറ്റ് ഏതാ? 8 ആണ്. പിന്നെ ഈറ്റ് എന്ന് പറയുന്നതാണ് V1, 8 എന്ന് പറയുന്ന V2, ഈറ്റ് എന്ന് പറയുന്ന V3. അപ്പോൾ ഇത് കണ്ടോ, 3 ഫോംസും വന്നു അല്ലേ? ഇനി പ്ലേ, ചില വേർഡ്സിനൊക്കെ V2, V3 സെയിം ആയിട്ട് വരും. പ്ലേ എന്ന് പറയുന്നത് V1 ഫോം, പ്ലേഡ് V2 ഫോം, V3യും സെയിം ആണ്. കണ്ടോ, അതിനെ നമ്മൾ റെഗുലർ വേർബ്സ് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? ഗ്രാമറിൽ നമ്മൾ പഠിക്കുന്നതാണ്. റെഗുലർ വേർബ്സ് ആൻഡ് ഇറഗുലർ വേർബ്സ് ആർ ദെയർ. V1, V2, V3 ആർ സെയിം, ദെൻ വി ക്യാൻ, അങ്ങനെയുള്ള കേസുകളും ഉണ്ട് അല്ലേ? യെസ്, റെഗുലർ വേർബ്സ് ഉണ്ട്. അതുപോലെ V2, V3 സെയിം ആയിട്ടുള്ള കേസുണ്ട്. പ്ലേഡ് അങ്ങനെയുള്ള കേസൊക്കെ റെഗുലർ ആണ്. ഇറഗുലർ എന്ന് പറഞ്ഞാൽ 3 ഫോമും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? V1 V1, V2, V3 ദീസ് 3 ഫോംസ് ആർ ഡിഫറെൻറ്റ്, ദെൻ ഇറ്റ് കോൾഡ് ഇറഗുലർ. ഓക്കെ, യെസ്, ആദിത്യ പറഞ്ഞു റൈറ്റ്, റോഡ്, റിട്ടൺ കറക്റ്റ് ആണ്. യെസ്, ഇനി നോക്കാം. സ്റ്റെപ്സ് ടു ചേഞ്ച് ആക്റ്റീവ് ടു പാസീവ്. നമ്മൾ ആദ്യം ഒബ്ജക്റ്റ്, ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് യു വാണ്ട് ടു ഡു. ദെൻ മേക്ക് ദി ഒബ്ജക്റ്റ് ദി സബ്ജക്റ്റ് ഇൻ പാസീവ്. പിന്നീട് ആ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് എഴുതുക. ആദ്യം എഴുതുക. പാസീവിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് ഫസ്റ്റ് വരണം. യൂസ് ദി കറക്റ്റ് ഫോം ഓഫ് ബി. അത് നമ്മൾ ആ ഒരു ടെൻസിനെ അനുസരിച്ച് നമ്മൾ മാറ്റണം. അത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ പിന്നെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? യെസ്, ചേഞ്ച് ദി മെയിൻ വേർബ് ടു പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതായത് വേർബിനെ, അതിപ്പം എന്താണ്, സിമ്പിൾ പ്രസൻറ്റ് ആയാലും പ്രസൻറ്റ് വേർബിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. V1 ഫോമോ V2 ഫോമോ ഉള്ള വേർബ് ആണെങ്കിൽ അതിനെ മസ്റ്റ് ആയിട്ടും V3യിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ചെയ്യണം. പിന്നെ ആഡ് ബൈ പ്ലസ് സബ്ജക്റ്റ്, ലാസ്റ്റാണ് സബ്ജക്റ്റ് വരിക. ബൈ പ്ലസ് സബ്ജക്റ്റ്. ആക്റ്റീവിൽ ദി മെൻ വേർ സോർട്ടിങ് അസ്. ഓക്കെ, ദി മെൻ വേർ സോർട്ടിങ് അസ്. ഇവിടെ പാസീവിലേക്ക് വി വേർ ബീയിങ്, കണ്ടോ ING ഫോം വന്നില്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞ ആ ബി ഫോം എന്ന് പറയുന്നത്. വേറിൻ്റെ കൂടെ ING ഫോം വേർ ബീയിങ് എന്ന് വന്നു കേട്ടോ. ബീയിങ് സോർട്ടഡ് ബൈ ദി മെൻ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒരേ സെൻറ്റൻസ് പല ടെൻസിൽ എഴുതാം. ഷീ റൈറ്റ്സ് എ ലെറ്റർ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ എങ്ങനെ ഇതിനെ ഇതൊരു ആക്റ്റീവിലെ സെൻറ്റൻസ് ആണ് അല്ലേ? ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. ഇവിടെ നിങ്ങൾ വേഗം ഒബ്ജക്റ്റിനെ ഫസ്റ്റ് എടുത്ത് എഴുതണം. ഒബ്ജക്റ്റ് ഏതാണ് ഇവിടെ? അത് ആദ്യം പറഞ്ഞേ, എ ലെറ്റർ. അപ്പോൾ ആദ്യം എന്ത് വരും? എ ലെറ്റർ. ഇത്രയും ക്ലിയർ ആയോ? എ ലെറ്റർ. ഇനി റൈറ്റ്സ് എന്ന് പറയുന്നത് V1 ഫോമാണ്. V1 ഫോമിനെ നമ്മൾ മസ്റ്റായിട്ടും ചേഞ്ച് ചെയ്യണം. അതിനു മുന്നേ നമ്മൾ ബി ഫോം, റൈറ്റ്സ് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്. അതായത് ഡു ഓർ ഡസ് ഫോമിലെ വെർബാണിത്. ഈ ഡു ഓർ ഡസ് ഫോമിലെ വെർബ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഈസ്, ആം, ആർ ഇതിലേതെങ്കിലും ആയിരിക്കും വരുന്നത്. അതെങ്ങനെ മനസ്സിലാവും? നമ്മൾ ഈസ് ആണോ, ആം ആണോ, ആർ ആണോ? ഈ ഒബ്ജക്റ്റിനെ നോക്കിയാൽ മതി. ഒബ്ജക്റ്റ് ആണല്ലോ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ലെറ്റർ, എ ലെറ്റർ, ഒരു ലെറ്റർ അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ഒരിക്കലും ആം വരില്ല. ആം എപ്പോഴും ഐയുടെ കൂടെ മാത്രമേ ആം വരൂ. അപ്പോൾ അവിടെ നമുക്ക് ഒരിക്കലും ആം യൂസ് ചെയ്യാൻ പറ്റില്ല.
എ ലെറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരു ലെറ്റർ എന്ന് പറയുന്നത് ദാറ്റ്സ് എ സിംഗുലർ സബ്ജക്റ്റ്. സോ ഇതിൻ്റെ കൂടെ ഒരിക്കലും ആറും ചേർക്കില്ല. സിംഗുലറിൻ്റെ കൂടെ നമ്മൾ ഈസ് മാത്രമേ ചേർക്കൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ആൻസർ ഏതാണ്? എ ലെറ്റർ ഈസ്. ഫസ്റ്റ് ടൈപ്പാണ് ഈ പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. ഫസ്റ്റ് ടൈപ്പ് ഷീ റൈറ്റ്സ് എ ലെറ്റർ. റൈറ്റ്സ് അതായത് എസ് ഫോം. ഇനി ദേ റൈറ്റ് അങ്ങനെ പറഞ്ഞ് എഴുതിയാലോ? ദേ റൈറ്റ്. അപ്പോൾ രണ്ട് രീതിയിലും എഴുതാം. ദേ റൈറ്റ് എ ലെറ്റർ, ദേ റൈറ്റ് എ ലെറ്റർ എന്ന് പറഞ്ഞ് എഴുതിയാലും ഇവിടെ എന്ത് വരും? എ ലെറ്റർ. ഇവിടെ മാറ്റമൊന്നുമില്ല. എ ലെറ്റർ ഈസ് തന്നെയാണ് വരുന്നത്. കാരണം ഇവിടെ പ്ലൂറൽ ആണെന്ന് വെച്ച് നമ്മൾ ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. കാരണം എന്താ? നമ്മൾ ഒബ്ജക്റ്റിനെ നോക്കണം. ഓക്കെ. ഇനി ലെറ്റേഴ്സിനായിരുന്നെങ്കിലോ അത് ദേ റൈറ്റ് ലെറ്റേഴ്സ്. എ ഇല്ല ഇവിടെ. ലെറ്റേഴ്സിനായിരുന്നെങ്കിൽ ലെറ്റേഴ്സ് ആർ എന്ന് വരും അല്ലേ? ലെറ്റേഴ്സ് ആർ. കണ്ടോ ചേഞ്ച് കണ്ടോ? എ ഇല്ല. ലെറ്റേഴ്സിനാണെങ്കിൽ ലെറ്റേഴ്സ് ആർ. അത് നിങ്ങൾ നോക്കി ചേഞ്ച് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവിടെ എ ലെറ്റർ ഈസ്. ഇനി റൈറ്റിൻ്റെ എപ്പോഴും നമ്മൾ പറഞ്ഞു വേർബിൻ്റെ ഏത് ഫോമാണ് വേണ്ടത്? V3 ഫോം വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഏതാണ് V3? റൈറ്റിൻ്റെ V3 ഫോം റിട്ടൺ. എ ലെറ്റർ ഈസ് റിട്ടൺ. പിന്നെന്താ? നമ്മൾ ആ റൂള് വെച്ചിട്ട് ബൈ പിന്നെ ആഡ് ചെയ്യേണ്ട. V3 ഫോം കഴിഞ്ഞിട്ട് ബൈ ആണല്ലേ. ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഷീ എന്നുള്ളത് എന്തായിട്ട് മാറും? റിട്ടൺ ബൈ ഹെർ. ഓക്കെ. ഷീ എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് റിട്ടൺ ബൈ ഹെർ. ഹി എന്നുള്ളത് ഹിം. അപ്പം അങ്ങനെയുള്ള ചേഞ്ച്. ഐ എന്നുള്ളത് മീ. അപ്പം ഇങ്ങനെയുള്ള ചേഞ്ചസ് വരും ബൈ കഴിഞ്ഞിട്ട് വരുന്നതിൽ എന്ന് ഓർക്കണം, മറന്നു പോകരുത് കേട്ടോ. ദേ എന്നുള്ളത് എന്ത് വരും? ദേ എന്നുള്ളത് ദെം. അപ്പം ഇങ്ങനെയുള്ള ഫാക്ട് റൂൾസൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹർ. ഇനി അടുത്തൊരു കേസിൽ നമ്മൾ എഴുതുക ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. സെയിം സെൻറ്റൻസ് ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എ ലെറ്റർ ഈസ്. അതുപോലെ നമ്മൾ ഈസും ആമും ആറും ആക്റ്റീവ് വോയിസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ എടുത്തെഴുതുക. ഈസ് അതുപോലെ എടുത്തെഴുതി എ ലെറ്റർ ഈസ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബീയിങ്. ഈസ് ആം ആർ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ആഡ് ചെയ്യണം? ബീയിങ്. എ ലെറ്റർ ഇസ് ബീയിങ്. റൈറ്റ് എന്നുള്ളത് എപ്പോഴും റൈറ്റ്. ഇവിടെ എന്താണോ? ING ഫോം ആണോ എസ് ആണോ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇതെന്താ? പാസീവിലാണോ? V3 ഫോം മസ്റ്റായിട്ടും എഴുതുക. റിട്ടൺ ബൈ ഹൂം? ഷീ എന്നുള്ളത് റിട്ടൺ ബൈ ഹെർ. ഓക്കെ. ദെൻ അടുത്തൊരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. എന്താണ്? എ ലെറ്റർ ലെറ്റർ അല്ലല്ലോ, നമ്മൾ ആക്റ്റീവ് വോയിസ് വേണ്ടേ ആദ്യം എഴുതാൻ. യെസ്. അപ്പോൾ എന്താ എഴുതുക? ഷീ റോട്ട് എ ലെറ്റർ എന്ന് എഴുതാം അല്ലേ? ഇത് ഒരു പാസ്റ്റ് ടെൻസ് ആണ്. ഷീ റോട്ട് എ ലെറ്റർ. ഷീ റോട്ട് എ ലെറ്റർ എങ്ങനെ മാറും? എ ലെറ്റർ. ആദ്യം എ ലെറ്റർ എന്ന് വരും. പിന്നെന്താ? റോട്ട് എന്നുള്ളത് ഒരു പാസ്റ്റ് ടെൻസിലെ, അതായത് V2 ഫോം ആണ് റോട്ട്. ഇത് പാസ്റ്റ് ടെൻസ് ആണ്, ആക്റ്റീവ് വോയിസ് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് എ ലെറ്റർ വോസ്. കണ്ടോ? വോസ് വേണം ചേഞ്ച് ചെയ്യാൻ. ഇങ്ങനെയുള്ള പോയിന്റ് ഓർത്ത് വെക്കുക. ഇത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ വോസ് വേണം ആഡ് ചെയ്യാൻ. വോസ് റിട്ടൺ ബൈ. പിന്നെ ഒരു മാറ്റവും ഇല്ല, V3 തന്നെ. റിട്ടൺ ബൈ ഹെർ. കണ്ടോ? യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് ആണ് നമുക്ക് മെയിനായിട്ടും നോക്കാനുള്ളത്. അതായത് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡു ഡസ് ഫോം കഴിഞ്ഞാൽ എന്ത് മാറ്റാ വരുത്തേണ്ടത്? ഡു ഡസ് വന്നാൽ ഒന്നും നോക്കണ്ട. ഈസ്, ആം, ആർ പ്ലസ് V3 പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ്, അതറിയാലോ. ദെൻ ഡിഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ V2 വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ കണ്ടത് പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ വോസ് അല്ലെങ്കിൽ വേറ്, അത് നമ്മൾ ഒബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ. പ്ലസ് V3 ഫോം സിമ്പിൾ. ദെൻ ഈസ്, ആം, ആർ ഒക്കെ വന്ന് ഈസ്, ആം, ആർ അല്ലെങ്കിൽ വോസ്, വേർ, ഇതിലേതെങ്കിലും സെൻറ്റൻസ് വന്നാൽ ഒന്നും നോക്കണ്ട. അതിൻ്റെ എല്ലാം കൂടെ ഈസ്, ആം, ആർ, വാസ്, വേർ ഇതിൻ്റെ എല്ലാം കൂടെ എന്ത് ചെയ്യുക? പ്ലസ് ഒരു ബീയിങ് ചേർക്കുക. ബീയിങ് മറന്നു പോരുത്. ബീയിങ് പ്ലസ് V3 സെയിം ആണ്. പിന്നെ ബൈ പ്ലസ് ഒബ്ജക്റ്റ് അതേപോലെ എഴുതുക. ദെൻ ഇനി ഹാസ്, ഹാവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹാസ്, ഹാവ്, ഹാഡ് സെൻറ്റൻസിൽ ഇതെങ്ങാനും ആക്റ്റീവ് വോയിസിൽ ഇത് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എന്ത് ചേഞ്ചാണ് വരുന്നതെന്ന് പഠിച്ചു വെക്കുക. ഹാസ്, ഹാവ്, ഹാഡ് ഇത് ആക്റ്റീവ് വോയിസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കാര്യം ചേർത്താൽ മതി. ഹാസ്, ഹാവ്, ഹാഡ് പ്ലസ് ബീൻ ആണ് കേട്ടോ. ബീൻ
മറന്നു പോകരുത്, ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിലേക്ക് ഉള്ളത്. യെസ്, എ ലെറ്റർ ഈസ് ബീയിങ്. യെസ്, അങ്ങനെ ഒരു ചേഞ്ച്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ ഓർക്കുക. ഡു ഡസ് വന്നു കഴിഞ്ഞാൽ, അതായത് റൈറ്റ്സ്, അത് ഡു ഡസ് ഫോമാണ്, ഡസ് ഫോമാണ്. റൈറ്റ് എന്ന് മാത്രം വന്നാൽ അത് ഡു ഫോമാണ്. ഈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡു ഫോമാണ്. ഈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡസ് ഫോമാണ്. അപ്പോൾ ഡൂവും ഡസും ഫോം വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ഒരു ഒബ്ജക്റ്റിനനുസരിച്ച് ഈസ്, ആം, ആർ പ്ലസ് വി, എല്ലാത്തിനും V3 ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലുണ്ടാവണം. പിന്നെ ബൈ പ്ലസ് ഒബ്ജക്റ്റ്, അത് നമ്മൾ ലാസ്റ്റ് എഴുതുമല്ലോ. യെസ്, അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. ബൈ പ്ലസ് സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റ് ആയിട്ടിരിക്കുന്ന കാര്യമാണല്ലോ ലാസ്റ്റ് വരിക, ബൈ പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ, ദെൻ ഡിഡ് വന്നാൽ, അതായത് V2, ജസ്റ്റ് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ എഴുതില്ലേ, ഷീ റോട്ട് എ ലെറ്റർ ഓർ ഷീ എയ്റ്റ് ആൻ ആപ്പിൾ, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അത് ഡിഡ് ഫോമാണ് അല്ലെങ്കിൽ V2 ഫോമാണ്. അങ്ങനെയുള്ള കേസിൽ വോസും വേറും ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതിനെ എന്തായിട്ട് മാറ്റുക, വോസും വേറും ആഡ് ചെയ്യുക, പ്ലസ് ആ വെർബിൻ്റെ V3 ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുക. ഈസ്, ആം, ആർ വന്നു കഴിഞ്ഞാലോ, വോസ് വേർ, ഇതിലേതെങ്കിലും വന്നാലോ ആക്റ്റീവ് വോയിസിനെ ചേഞ്ച് ചെയ്യാൻ ഈസ്, ആം, ആർ, വോസ് വേർ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അതിൻ്റെ കൂടെ ബീയിങ് ചേർക്കുക. ഏതാണോ, ഈസ് ആണെങ്കിൽ ബി, ഈസ് ബീയിങ്, വോസ് ആണെങ്കിൽ വോസ് ബീയിങ്, പ്ലസ് എന്ത് ചെയ്യുക, V3 ഫോം. ദെൻ ഹാസ്, ഹാവ്, ഹാഡ്, ഇതിലേതെങ്കിലും വന്നു കഴിഞ്ഞാലോ ഈസിയാണ്. ഹാസ്, ഹാവ് എന്തോ ആവട്ടെ, ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ പ്ലസ് V3 ഫോം, വെർബിൻ്റെ മൂന്നാമത്തെ ഫോം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ആക്റ്റീവ് പാസീവ് വോയിസ് തീർന്നു അല്ലേ? ഇത്രയേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ടും ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. യു ഹാവ് ടു റിമെമ്പർ ഓൾ ദീസ് പോയിന്റ്സ്, ദെൻ ഇറ്റ്സ് വെരി ഈസി ടു കൺവേർട്ട് ആക്റ്റീവ് വോയിസ് ഇൻ ടു പാസീവ് വോയിസ്. ഓക്കെ, ടെൻസ് ചേഞ്ചസ് ഒക്കെ നോട്ട് തന്നിട്ടുണ്ടല്ലേ. ആക്റ്റീവ്, ഷീ റൈറ്റ്സ് എ ലെറ്റർ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ആക്റ്റീവ്. ആൻഡ് പാസീവ്, എ ലെറ്റർ ഇസ് റിട്ടൺ ബൈ ഹർ. സിമ്പിൾ പാസ്റ്റിൽ എഴുതുമ്പോൾ, അതായത് ഷീ റോട്ട് എ ലെറ്റർ, ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ a sentence in simple past. Yes, it's converted into a letter was written by her. Then present continuous, she is writing a letter. കണ്ടോ, ഇവിടെ ഈസ് വന്നു. ഈസ് വന്നാൽ നമ്മൾ എന്ത് മാറ്റാൻ പറഞ്ഞേ, ഈസിൻ്റെ പ്ലസ് ബീയിങ് അല്ലേ, ഈസിൻ്റെ കൂടെ ING ഫോം, BEING അല്ലേ, ബീയിങ് റിട്ടൺ ബൈ ഹർ. ഇനി വാസ് വന്നാലും അങ്ങനെ തന്നെ, വാസ് ബീയിങ് അല്ലേ. യെസ്, ഇനി ഷീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ, ദി ലെറ്റർ വാസ് ബീയിങ്, ദി ലെറ്റർ വാസ് ബീയിങ് അല്ലേ, BEING, ആ ബീയിങ് ഫോം ചേർത്തിരിക്കണം. ദെൻ ഹാസ്, ഹാവ് വന്നാൽ നമ്മൾ പറഞ്ഞു ബീൻ ആണ്, ഇവിടെ മാറിപ്പോകരുത്. ഈസ്, ആം, ആർ, വാസ് വേർ വന്നാലാണ് BEING കേട്ടോ, ബീയിങ്. ഇനി ഹാസും ഹാവും ഹാഡും വന്നാൽ ബീൻ ആണ് ചേർക്കേണ്ടത്, BEEN, ബീൻ. ഓക്കെ, ദെൻ ഫ്യൂച്ചർ ടെൻസ് വരികയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് മെൻഷൻ ചെയ്യാഞ്ഞത്. ഷീ വിൽ എന്നുള്ളത് ജസ്റ്റ് വിൽ ബി, അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ഫ്യൂച്ചർ ടെൻസിൽ ചേഞ്ച് എന്ന് പറയുന്നത് വിൽ എന്നുള്ളത് ആക്റ്റീവ് ആണ്, അതിൻ്റെ കൂടെ ഒരു BE അത് മാത്രം ആഡ് ചെയ്താൽ മതി. ഇറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു പാസീവ് വോയിസ്. ഷീ വിൽ റൈറ്റ് എ ലെറ്റർ വിൽ ബി റിട്ടൺ ബൈ ഹർ. പിന്നെ സബ്ജക്റ്റും ഒബ്ജക്റ്റിൻ്റെയും പൊസിഷൻ ചേഞ്ച് ആവുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ ഇമ്പോർട്ടൻറ്റ് റൂൾസ്, അതായത് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ്സിന് മാത്രമേ ഇത് യൂസ് ചെയ്യൂ. നേരത്തെ നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, ഒരു സബ്ജക്റ്റ്, ഒരു ആക്ഷൻ അയാളുടെ മേലിൽ ചെയ്യാൻ പറ്റണം. അപ്പം ഷീ സിറ്റ് ഓൺ എ ബെഞ്ച് എന്ന് പറയുന്നത്, ഷീ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച് ഓർ ടേബിൾ എന്നൊക്കെ പറയുന്നത്, ഇതിനകത്ത് ശരിക്കും ആ ഒരു ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഈ ഒബ്ജക്റ്റിൽ ഉണ്ടാക്കുന്നില്ല. ഇതൊരു ഇൻട്രാൻസിറ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്, ഇത് ഇൻട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ട്രാൻസിറ്റീവ് ഒബ്ജക്റ്റ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ മാത്രമേ തരൂ, നിങ്ങളത് ബോദർ ചെയ്യേണ്ട. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ട്രാൻസിറ്റീവ് വേർബ്സിൻ്റെ കേസിൽ മാത്രമേ ഇത് പോസിബിൾ ആവൂ. അല്ലാത്ത നിങ്ങളപ്പോൾ ചിന്തിക്കും, ഇങ്ങനെയുള്ള ഒബ്ജക്റ്റ് ഇപ്പോൾ ബെഞ്ച് ഈസ് ബീങ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ സെൻറ്റൻസിന് ഒരു കംപ്ലീഷൻ ഇല്ലല്ലോ, ഒരു മീനിങ് ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല കേട്ടോ. യെസ്, അപ്പോൾ only transitive verbs that take an object can be changed into passive. The verb always become past participle. അറിയാലോ, subject in active becomes the object in passive. By plus do. Do എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ഷൻ ചെയ്യുന്ന ആൾ. ഓക്കെ, ഡോർ ഈസ് ഒമിറ്റഡ്. ചില സമയത്ത് നമ്മൾ ആ ഒരു ഡോർ ഓഫ് ആക്ഷൻ, അതായത് ബൈ കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളുടെ ആരാണ് ചെയ്തതെന്ന് മെൻഷൻ ചെയ്യില്ല, കാരണം അയാൾ ആരാ ചെയ്തതെന്ന് നമുക്ക് അറിയില്ല. ഇപ്പം നോക്കിക്കേ, ദി വിൻഡോ വാസ് ബ്രോക്കൺ, ആരോ അത് പൊട്ടിച്ചു, വിൻഡോ ആരാലോ പൊട്ടിക്കപ്പെട്ടു, അങ്ങനെയാണ് നമ്മൾ മാറ്റി എഴുതുക അല്ലേ പാസീവിൽ. അപ്പോൾ ഇവിടെ ബൈ സംവൺ എന്നൊന്നും എഴുതണ്ട, ആരാണെന്ന് അറിയുന്നില്ലെങ്കിൽ ആ ഒരു ബൈ സംവൺ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതാണ് ആ റൂളിലും ആ ഒരു ബൈക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തത്, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ ഈ ചേഞ്ച് ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, സോ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റീവ് പാസീവ് സെക്ഷനാണ്, എല്ലാവരും ഓർത്തിരിക്കണം കേട്ടോ.
Then next unit നമുക്ക് ഏതാ dreams realized മഹാദേവ് ദേശായിയുടെ The Toilet Sina Molop and Success Poem by H.W. Longfellow. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ചോദിക്കാം. നമുക്കൊന്ന് നോക്കാം. യെസ്, prepare a short write-up on the topic Gandhiji's ideas on non-violence, education and Indian independence based on the lesson Dreams Realized by മഹാദേവ് ദേശായി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. അതിനകത്തുനിന്ന് ഏതൊക്കെ ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്താൽ ഒരു റൈറ്റപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഇവിടെ. Yes, the lesson Dream Realized by Mahadev Desai describes the inspiring speeches and ideas of Mahatma Gandhi during his visit to England. Gandhiji was welcomed as the spiritual ambassador of India and he used the opportunity to spread the message of non-violence. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന most of the important points you have to discuss. Okay, message of non-violence. According to him, non-violence is not a weapon. So this is a very important point you have to learn. Non-violence is not a weapon of the weak but of the strongest. Non-violence എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പ്രതികരിക്കാൻ പറ്റാത്ത, ആക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊന്നും അല്ല. അത് നമ്മുടെ വീക്ക്നെസ് അല്ല കാണിക്കുന്നത്, ബട്ട് ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് അല്ലേ. പല സിറ്റുവേഷനിലും നമ്മൾ ഒരു നോൺ വയലൻസ് മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വേ to achieve the success എന്നാണ് according to the concept of Gandhiji. True bravery lies not in fighting an enemy but in patiently bearing suffering without retaliation. So that's very important point you have to remember. So true bravery lies, courage എന്ന് പറയുന്നത് lies not in fighting an enemy but in patiently bearing suffering without retaliation. ഒരിക്കലും നമ്മൾ മടുത്തു പോകാതെ പേഷ്യൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സഫറിങ്സ് ഒക്കെ ബിയർ ചെയ്യാനുള്ള അല്ലേ, അതൊക്കെ നമുക്ക് സഹിക്കാനുള്ള ആ ഒരു temperament അതുണ്ടാവണം. അതാണ് that is the greatest bravery according to Gandhiji. So it's a very important point with regard to Gandhiji. So you have to learn this point. Okay, Gandhiji also explained that real education does not mean filling the mind with facts or merely passing examination. Instead it should develop good character and moral strength. This is the other point. So write up ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെയാണിത്. സോ ഇതിനകത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും you should include these all points with regard to the yes message of Gandhiji. Okay, Gandhiji also explained what real education എന്താണ്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് എന്ത് ടൈപ്പ് ഡിസ്കോഴ്സ് ചോദിച്ചാലും നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. റിയൽ എഡ്യൂക്കേഷൻ ഡസ് നോട്ട് മീൻ filling the mind with facts or merely passing examinations ഒക്കെ പാസ് ചെയ്യുക, ദാറ്റ്സ് നോട്ട് ദി ഇമ്പോർട്ടൻറ്റ് തിങ്. എന്ന് വെച്ചാൽ നിങ്ങൾ നല്ലോണം പഠിക്കേണ്ടതെന്നല്ല കേട്ടോ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? നല്ല മാർക്ക് വാങ്ങിക്കുക, സ്കോർ ചെയ്യുക. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഒരു മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, നല്ല ഗുഡ് ക്യാരക്ടർ മോൾഡ് ചെയ്തെടുക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ് ടു. യെസ്, Instead, it should develop good character and moral strength. അല്ലേ, ഒരു ഗുഡ് ക്യാരക്ടർ അതുപോലെ മോറൽ സ്ട്രെങ്ത് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. He proudly spoke about the courage of Indian women who played a heroic role in the freedom struggle. അതുപോലെ തന്നെ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ യെസ്, ഫ്രീഡം സ്ട്രഗിളിലൊക്കെ ആ ഒരു വിമൻ പാർട്ടിസിപ്പേഷൻ അല്ലേ. ഇന്നെന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? യെസ്, വിമൻസ് ഡേ ആണല്ലേ. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസ് ഓരോ സ്ത്രീകൾക്കും ഉണ്ട്. അവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? യെസ്, നമ്മുടെ ആ ഒരു ഫ്രീഡം സ്ട്രഗിളിൽ ഇന്ന് കാണുന്ന ആ ഒരു എന്താണ് ഇൻഡിപെൻഡൻസിൽ അവരും ആ ഒരു പാട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു വിമൻസ് ഡേ ആയിട്ട് എല്ലാ എന്താണ് സ്ത്രീകൾക്കും നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക അല്ലേ. യെസ്, freedom struggle, he proudly spoke about the courage of Indian women who played a heroic role in the freedom struggle. Gandhiji also made it clear that India's independence was her birthright and should be achieved through self-sacrifice, non-violence and unity. So Gandhiji makes also clear the India's independence was her birthright and should be achieved. എങ്ങനെയാണ് നമ്മൾ അത് അച്ചീവ് ചെയ്തെടുത്തത്? സെൽഫ് സാക്രിഫൈസ് അല്ലെ. ഒരുപാട് പേര് സാക്രിഫൈസ് ചെയ്തു നോൺ വയലൻസിലൂടെ, യൂണിറ്റിയിലൂടെ. യെസ്, ഹിസ് ഐഡിയാസ് ഇൻസ്പയർഡ് പീപ്പിൾ അക്രോസ് ദി വേൾഡ് ആൻഡ് സ്ട്രെങ്തൻ ദി ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ്. അപ്പോൾ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിൽ ആരൊക്കെയാണ് സ്ട്രഗിൾ ചെയ്തത്, എന്തൊക്കെയാണ് നമ്മൾ നേടിയെടുത്തത്, എന്ത് ആറ്റിറ്റ്യൂഡാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയുള്ള കുറേ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിൻറ്റ്സ് ആണ്. യെസ്, then read the following sentence from the lesson and identify the noun phrase and the verb phrase. അപ്പോൾ ഇവിടെ വീണ്ടും again നമ്മളൊരു ഗ്രാമർ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാമർ പോർഷൻ ആണ്. ഇവിടെ നമ്മൾ നൗൺ ഫ്രേസിനെയും വേർബ് ഫ്രേസിനെയും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഓൾറെഡി അറിയാം എന്താണ് നൗൺ. വാട്ട് ഇസ് എ നൗൺ? നൗൺ ഇസ് എ നെയിമിംഗ് വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ് എ പേഴ്സൺ
that is the name of a person, place or thing അല്ലേ noun എന്ന് പറയുന്നത്. And what is a verb? Verb എന്ന് പറയുന്നത് action word ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, scores of letters came to Gandhiji daily from all parts of Britain. അപ്പോൾ ഇവിടെ ആ ഒരു noun എന്ന് പറയാൻ പറ്റുന്ന പോർഷൻ ഏതാണ്? Scores of letters. This is the noun part of what? The sentence. Okay, scores of letters is termed as the noun and came to Gandhiji daily from all parts of Britain. അപ്പോൾ ഇവിടെ എവിടെയാണ് verb സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. ആ verb സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ബാക്കി കണ്ടിന്യൂസ് വരുന്നത് verb phrase ആയിരിക്കും. അത്രയും ഓർത്താൽ മതി. ഇവിടെ scores of letters, scores എന്ന് മാത്രം എഴുതരുത്, അതല്ല noun. Scores of letters ഇത്രയും ഇൻക്ലൂഡ് ചെയ്തതാണ് noun. കാരണം എവിടെ verb സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? came എന്ന് പറയുന്നത് ഇറ്റ്സ് എ ആക്ഷൻ വേർഡ്. സോ verb സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ came to Gandhiji daily from all parts of, ഇതാണ് verb phrase. ഓക്കെ, ഇതാണ് noun phrase എന്ന് പറയുന്നത്. ഓക്കെ, noun phrase, scores of letters, verb phrase എന്ന് പറയുന്നത് came to Gandhiji daily from all parts of Britain. Okay, ഇനി നോക്കിക്കേ noun phrase. A noun phrase is a group of words that works like a noun in a sentence. It usually includes a noun and words that describe it. The small child is crying. ഇവിടെ എന്താണ്? small child, the small. അവിടെ കൊണ്ട് നിർത്തരുത്, കാരണം verb എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ is അല്ലേ, auxiliary verb. ഇവിടെ തൊട്ട് verb സ്റ്റാർട്ട് ചെയ്യാണ്. സോ is crying എന്ന് പറയുന്നതാണ് ഇവിടുത്തെ verb phrase എന്ന് പറയുന്നത്. ഓക്കെ, then a verb phrase is a group of words that contains a verb and shows the action or state of the subject. It may include a helping verb and a main verb. ഇവിടെ കണ്ടോ, is എന്ന് പറയുന്ന helping verb ആണ്, അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലേ, അതുകൊണ്ട് അത്രയും എന്താണ്? Yes, verb phrase ആണ്. A verb phrase is a group of words that contains a verb and shows the action or state of the subject. It may include a helping verb and a main verb. The children are playing in the park. ഇവിടെ the children എന്ന് പറയുന്നത് it's a noun phrase and are playing in the park is the what? A verb phrase. R തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് verb phrase. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പോവാണ്. After reading the lesson detailed by Gazina Malo, you feel inspired by her determination and success as a writer. എങ്ങനെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റൈറ്റർ ആയി മാറി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ? റൈറ്റ് ആൻ ഇമെയിൽ. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇമെയിലിൻ്റെ ഫോമാറ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കുക. Congratulating her on her achievement and expressing how her story motivated you. Write the email in about 120 or 150 words following the proper email formatൽ നമ്മൾ അത് എഴുതണം. Yes, so you should write. You should first aware about the format of an email. This is the format of an email and you should write about the major points with regard to the chapter. Okay, 2 CC, BCC, then subject, then salutation. That's very important to follow this format. Okay, I hope you are. പിന്നെന്താണ്, നമ്മൾ ഒരു നോർമൽ രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ലെറ്റർ ഒക്കെ എഴുതുന്ന പോലെ തന്നെയാണ് ഇമെയിലും. സോ ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഐ എം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു കൺഗ്രാറ്റുലേറ്റ് യു ഓൺ യുവർ റിമാർക്കബിൾ അച്ചീവ്മെൻറ്റ്സ് ആസ് റൈറ്റർ ആൻഡ് സ്റ്റോറി ടെല്ലർ. അറിയാലോ എന്ത് പൊസിഷനിലാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്, എന്ത് പൊസിഷനാണ്, എത്ര സ്ട്രഗിളാണ് എന്നൊക്കെ നമ്മൾ ആ ചാപ്റ്റർ ബേസ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. സോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ആഫ്റ്റർ റീഡിംഗ് യുവർ സ്റ്റോറി ഡിറ്റോൾഡ് ഐ ഫെൽറ്റ് ഡീപ്ലി ഇൻസ്പയർഡ് ബൈ യുവർ ഡിറ്റർമിനേഷൻ ആൻഡ് കറേജ്. സോ ദീസ് ആർ 2 words that describe the റൈറ്റർ അല്ലേ. ഡിറ്റർമിനേഷൻ, കറേജുമാണ് നമ്മൾ അവിടെ കണ്ടത്. സോ ആ പോയിന്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, യെസ്, ഡിറ്റർമിനേഷൻ ആൻഡ് കറേജ്. യുവർ എക്സ്പീരിയൻസ് ഓഫ് ടേണിംഗ് എ സ്മോൾ ആൻഡ് ലോൺലി പ്ലേസ് ഇൻ ടു എ സ്പേസ് ഓഫ് ക്രിയേറ്റിവിറ്റി അല്ലേ. വളരെ ലോൺലി ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള ഒരു പ്ലേസിനെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് എടുത്തു അല്ലേ, അവളുടെ ആ ഒരു സിറ്റുവേഷൻ അവൾ എങ്ങനെ മാനേജ് ചെയ്തെടുത്തു എന്നാണ് അതൊരു സ്റ്റോറിയിൽ പറയുന്നത്. യെസ്, സ്പേസ് ഓഫ് ക്രിയേറ്റിവിറ്റി ഷോസ് ഹൗ പവർഫുൾ ഡ്രീംസ് ആൻഡ് പെർസീവറൻസ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്, പെർസീവറൻസ്. നമ്മളെന്താ ഒരു സ്ഥിരോത്സാഹം അല്ലേ, എത്ര സ്ട്രഗിൾ ആണെങ്കിലും ഒരു എത്ര ബൗൺസ് ബാക്ക് ചെയ്താലും നമ്മൾ വീണ്ടും വീണ്ടും ഓവർകം ചെയ്യാൻ, എത്ര സഫറിങ് വന്നാൽ സ്ട്രഗിൾ വന്നാൽ അതൊക്കെ ഓവർകം ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയാണ് പെർസീവറൻസ്. സോ ദിസ് വേർഡ് ഇസ് വെരി important with regard to this chapter. Okay, perseverance, powerful dreams അല്ലേ, ഇതൊക്കെയാണ് അവളെ ഇത്രയും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റർ ആക്കിയെടുത്തത്. even though the situations are so hard for her, it is truly admirable how you continue writing despite the difficulties അല്ലേ. ആ ഒരു അഡ്മയർ ചെയ്യുന്ന, നമ്മൾ അഡ്വയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഇമെയിൽ അല്ലേ. അപ്പം നമ്മൾ അഡ്മയറബിൾ ആണ്. ഹൗ യു കണ്ടിന്യൂ റൈറ്റിംഗ് ഡെസ്പൈറ്റ് ദി ഡിഫിക്കൽട്ടീസ്. ആ ഡിഫിക്കൽട്ടീസ് ഒന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയത് അല്ലേ, അത് അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. യുവർ സ്റ്റോറി ടീച്ചേഴ്സ് റീഡേഴ്സ് ദാറ്റ് ഈവൻ ഇൻ ദി ഹാർഡസ്റ്റ് സിറ്റുവേഷൻസ് ഹോപ്പ് ആൻഡ് ക്രിയേറ്റിവിറ്റി ക്യാൻ ഹെൽപ്പ് us മൂവ് ഫോർവേഡ്. അപ്പോൾ എന്താണ് ഈ സ്റ്റോറി നമുക്ക് തരുന്ന മെസ്സേജ്? സോ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ക്വസ്റ്റ്യൻസിൽ. teachers readers that even in the hardest situations hope and creativity can help us move forward. hopeum creativity ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. Thank you for sharing such a powerful and motivating story with readers around the world. Your journey encourages young people like me to follow our dreams and believe in ourselves. Okay, wishing you many more successes in the future. Yours sincerely, your name. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു മെയിലിൻ്റെ ഫോമാറ്റ് അറിഞ്ഞിരിക്കുക. ബാക്കി എന്താ,
യെസ്, ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫോമാറ്റ് കീപ്പ് ചെയ്ത് അതിനകത്തെ കോണ്ടന്റ് നമുക്ക് കറക്റ്റായിട്ട് എഴുതിയാൽ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അഗെയിൻ ഒരു പോം തന്നു കഴിഞ്ഞാൽ ആ ലൈൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. യെസ്, ഹിയർ റീഡ് ദി ലൈൻസ് ഫ്രം ദി പോം സക്സസ് ബൈ ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെല്ലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. എന്തൊക്കെയാ നോക്കിയേ. We have not wings, we cannot soar. So means rise, ഉയരുക അല്ലേ. സോ അപ്പോൾ വൊക്കാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലുണ്ടാവണം കേട്ടോ. Yes, we have not wings, we cannot soar, but we have feet to scale and climb by slow degrees, by more and more the cloudy summits of our time. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് ഫ്രേസ് എടുത്തും ഏത് വേർഡ് എടുത്തും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ. നോക്കാം. Why does the poet say that human beings do not need wings to reach the heights of success? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പോയറ്റ് പറയുന്നുണ്ട് ഹ്യൂമൻ ബീങ്സ് ഡു നോട്ട് നീഡ് വിങ്സ്. നമുക്ക് വിങ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. റീച്ച് ദി ഹൈറ്റ്സ് ഓഫ് സക്സസ് അല്ലേ. സക്സസ് എന്ന് പറയുന്ന ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക്, ആ ഒരു ഹൈറ്റ്സിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി വിങ്സിൻ്റെ ആവശ്യമില്ല. വൈ ദി പോയറ്റ് സേ സോ? The point means that people do not need extraordinary powers to achieve success. അല്ലേ, നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി പവേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരു സക്സസ് പൊസിഷനിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് വിത്ത് പേഷ്യൻസ്, ഡിറ്റർമിനേഷൻ ആൻഡ് കണ്ടിന്യൂസ് എഫേർട്ട് they can gradually climb to great heights in life. That's a very important point അല്ലേ. യെസ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ? വിത്ത് പേഷ്യൻസ്. എന്തൊക്കെ വേണം? പേഷ്യൻസ്, ഡിറ്റർമിനേഷൻ ആൻഡ് കണ്ടിന്യൂസ് എഫേർട്ട്. ദേ ക്യാൻ ഗ്രാജുവലി ക്ലൈംബ് ടു ഗ്രേറ്റ് ഹൈറ്റ്സ് ഓഫ് ലൈഫ്. നമ്മുടെ ആ ഒരു ലൈഫിൻ്റെ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സക്സസ്സിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് വിങ്സിൻ്റെ ആവശ്യമില്ല. വൈ ദി പോയറ്റ് സേ സോ? ബിക്കോസ് യെസ്, ദി പേഷ്യൻസ്, ഡിറ്റർമിനേഷൻ, ദീസ് വാല്യൂസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. സോ വി ക്യാൻ ഏബിൾ ടു അച്ചീവ് എനി ഹൈറ്റ്സ്. Okay, so patience, determination and continuous effort that gradually climb to great heights in life. So what idea does the poet convey by comparing the pyramids to gigantic flights of stairs? എന്തിനാണ് പിരമിഡ്സിനെയൊക്കെ gigantic flights of stairs എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഹൈറ്റിനെ, അതായത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതെന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ദി പോയറ്റ് സജസ്റ്റ് ദാറ്റ് ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് മേ അപ്പിയർ ഡിഫിക്കൽട്ട് ഫ്രം എ ഡിസ്റ്റൻസ്. അതായത് ഫ്രം എ ഡിസ്റ്റൻസ് നമ്മളത് അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു ട്രൈ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അയ്യോ ഇത് ഒത്തിരി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ്, ഇത്രയും ഉണ്ടല്ലോ, ഇതെങ്ങനെ ഞാൻ കവർ ചെയ്ത് നാളത്തെ എക്സാമിന് പോയി അറ്റൻഡ് ചെയ്യും എന്നൊരു ആ കോൺസെപ്റ്റ് അങ്ങനെയല്ല വേണ്ടത് അല്ലേ. നമുക്കത് മറികടക്കാൻ പറ്റും അല്ലേ. ഓവർകം ചെയ്തെടുത്ത് നമ്മൾ ആ ഹേർഡിൽസ് ഒക്കെ നമ്മൾ ഓവർകം ചെയ്തെടുത്ത് നമ്മൾ അവസാനം ആ സക്സസ്സിലേക്ക് എത്തും. പക്ഷേ ആ ഒരു പേഷ്യൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ അത് വേണം അല്ലേ. Yes, great achievements may appear difficult from a distance, but in reality they are made up of many small steps. ശരിക്കും അത് അടുത്ത് നിന്ന് നോക്കിയാൽ അത് വളരെ വളരെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് തോന്നും അല്ലേ. ഒരു സ്മോൾ സ്റ്റെപ്സ് നമ്മൾ അച്ചീവ് ചെയ്ത് ആ ഒരു ബിഗ് ഹൈറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അല്ലെ വളരെ ഡിസ്റ്റൻസിൽ നമ്മൾ, അതായത് ഒരു ട്രൈയും നമ്മൾ നടത്താതെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്കതൊരു വലിയ ഒരു എന്താണ് ഒരു ഭയങ്കര ഒരു ഹേർഡിലായിട്ടൊക്കെ തോന്നും. പക്ഷേ അടുത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ചെറിയ ചെറിയ സ്റ്റെപ്സ് അല്ലേ, ഇത് നമുക്ക് പതുക്കെ കയറാം എന്ന്. അതായത് ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്തെടുക്കുക. ആ ഒരു പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. സക്സസ് ഈസ് അച്ചീവ് ഗ്രാജുവലി ത്രൂ സ്റ്റഡി എഫേർട്ട്. അതാണ് അവിടെ പേഷ്യൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന വേർഡ്സിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ്, ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളത് അല്ലേ. സക്സസ് ഈസ് അച്ചീവ്ഡ് ഗ്രാജുവലി ത്രൂ സ്റ്റഡി എഫേർട്ട്. അതായത് ഇന്ന് തുടങ്ങി പിന്നെ നാളെ അവിടെ ഇടരുത്, പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താനായിട്ട് പറ്റൂ. ഓക്കെ, വാട്ട് മെസ്സേജ് ഡസ് ദി പോയറ്റ് കൺവേ ത്രൂ ദി ഇമേജ് ഓഫ് മൗണ്ടെയിൻസ് ആൻഡ് പാത്വേസ്? എന്ത് മെസ്സേജാണ് പോയറ്റ് കൺവേ ചെയ്യുന്നത്? ആ ഒരു ഇമേജ് ഓഫ് മൗണ്ടെയിൻസ്, പാത്വേസ് എന്നൊക്കെ പറയുമ്പോൾ അത് എന്ത് ഇമേജാണ് കൺവേ ചെയ്യുന്നത്? ദി പോയറ്റ് കൺവേസ് ദാറ്റ് ചാലഞ്ചസ് മേ സീം ഇംപോസിബിൾ അറ്റ് ഫസ്റ്റ്. അപ്പോൾ മൗണ്ടെയിൻ, പാത്വേസ് എന്നൊക്കെ പറയുമ്പോൾ ചാലഞ്ചസ് ഒക്കെയാണത്, ഹേർഡിൽസ് ആണ്, തടസ്സങ്ങളാണ് അല്ലേ. ചാലഞ്ചസ് മേ സീം ഇംപോസിബിൾ അറ്റ് ഫസ്റ്റ്. അതൊക്കെ നമുക്ക് ആദ്യം പോസിബിൾ അല്ലാത്ത കാര്യം പോലെയൊക്കെ തോന്നും, ഇമ്പോസിബിൾ ആയിട്ടൊക്കെ തോന്നും. ലൈക്ക് ടോൾ മൗണ്ടെയിൻസ് ഒക്കെ പറയുമ്പോൾ വലിയ ഒരു തടസ്സമായിട്ടൊക്കെ നമുക്ക് തോന്നും അല്ലേ. നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിട്ട് തോന്നും. However, as we progress and gain experience, we discover paths that help us overcome difficulties. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസിലൂടെ, ഓരോ പ്രോഗ്രസ്സിലൂടെ നമ്മൾ ഓരോന്നും ട്രൈ ചെയ്യുമ്പോൾ നമുക്കത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഓരോന്നും പുതിയ ന്യൂ എക്സ്പീരിയൻസ് ആണ് അല്ലേ. ആ ഒരു പ്രോഗ്രസ്സിലൂടെ നമുക്കത് ഗെയിൻ ചെയ്ത് എല്ലാ ഡിഫിക്കൽട്ടീസും നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും? യെസ്, ഓവർകം ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ നിങ്ങൾ ഒരു കാര്യവും ഇതൊരു വലിയ ഒരു ടാർഗറ്റാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. എല്ലാ കാര്യവും എന്ത് നിങ്ങൾ ടാർഗറ്റ് ചെയ്താലും ദാറ്റ് വി മസ്റ്റ് അച്ചീവ്, വി കാൻ ഏബിൾ ടു അച്ചീവ് എവറിത്തിങ് ദാറ്റ് ഈസ് പോസിബിൾ ഇൻ അവർ ലൈഫ്. ബട്ട് the steady effort, the determination, the patience, that must you possess. Okay, so then only you can able to achieve that success. അത് മനസ്സിലുണ്ടാവുക. ഓക്കെ,
What does the poet mean by saying that success is not attained by sudden flight? പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല സക്സസ് എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മളുടെ ഒരു എഫേർട്ട് അത് വേണം അല്ലേ. ദി പോയിന്റ് മീൻസ് ദാറ്റ് സക്സസ് ഡസ് നോട്ട് കം സഡൻലി ഓർ ഈസിലി. ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണോ? അല്ല. സഡൻ ആയിട്ട് കിട്ടുന്നതാണോ? അല്ല. ഗ്രേറ്റ് പീപ്പിൾ അച്ചീവ് ദെയർ ഗോൾസ് ത്രൂ പേഷ്യൻസ്, പെർസിവറൻസ് ആൻഡ് കണ്ടിന്യൂസ് ഹാർഡ് വർക്ക്. സോ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. യെസ്, ഗ്രേറ്റ് പീപ്പിൾ, എല്ലാ ഗ്രേറ്റ് സക്സസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെ എടുത്തു നോക്കിക്കോ. അവർ വളരെ ഈസി ആയിട്ടാണോ സക്സസ് ആയത്? അല്ല. ഗ്രേറ്റ് പീപ്പിൾ അച്ചീവ് ദെയർ ഗോൾസ് ത്രൂ പേഷ്യൻസ്, perseverance and continuous hard work. These three words are very important based on this lesson, so you have to learn all these words. Okay, yes, എന്തൊക്കെയാ വേണ്ടത്? great people achieve their goals through എന്താ patience, perseverance. ആ word ഒക്കെ ഓർത്തിരിക്കുക, എഴുതുക കേട്ടോ. Perseverance and continuous hard work is needed. Read the following line and answer the question. The cloudy summits of our time. The cloudy summits എന്ന് പറയുന്ന ഇവിടെ ഏതോ ഒരു poetic device യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദി poetic device. ഏത് poetic device ആണ് ഈ ഒരു ലൈനിൽ യൂസ് ചെയ്തിരിക്കുന്നത്? സിമിലി, ഇസ് ഇറ്റ് സിമിലി, മെറ്റഫോർ, അലിട്രേഷൻ ഓർ പേഴ്സോണിഫിക്കേഷൻ? സിമ്പിൾ ആണ്. ക്ലൗഡി സമ്മിറ്റ്സ് എന്ന് പറയുന്നത് എന്തോ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ലൈഫിലെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. പക്ഷേ ദർ ഇസ് നോ യൂസ് ഓഫ് ദി വേർഡ്സ് ലൈക്ക് ഓർ ആസ് inside the yes line. So it's an example for what? Yes, metaphor. It's a metaphor. Identify the poetic device in the line. The cloudy summits of our time is an example for metaphor. So the phrase compares the challenges and achievements of life to cloudy summits. നമ്മുടെ ഒരു ലൈഫിലെ ചാലഞ്ച് അതുപോലെ അച്ചീവ്മെൻറ്റ്സ് അതൊക്കെയാണ് എന്തുമായിട്ട്? ക്ലൗഡി സമ്മിറ്റ്സുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓർ മൗണ്ടൻ പീക്സ് വിതൗട്ട് യൂസിങ് ദി വേർഡ്സ് ലൈക്ക് ഓർ ആസ്. സോ ഇറ്റ്സ് കമ്പാരിസൺ. ദിസ് കൈൻഡ് ഓഫ് കമ്പാരിസൺ, ഇൻഡയറക്റ്റ് കമ്പാരിസൺ ഇസ് ഓൺ ആസ് എ മെറ്റഫർ. ഇറ്റ്സ് കോൾഡ് വാട്ട്? മെറ്റഫർ. ഓക്കെ, ദെൻ ഇനി ക്വസ്റ്റ്യൻ ടാഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു ഗ്രാമർ സെക്ഷൻ ആണ് എന്ത്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എന്താ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ആക്റ്റീവ് പാസീവ് വോയിസ് ഒരുപാട് ടെൻസ് ഒക്കെ കാര്യങ്ങൾ അറിയണം, വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്തില്ലേ? അതേപോലെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു പോർഷനാണ്, ഒരു ഗ്രാമർ പോർഷനാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം വാട്ട് ഈസ് ക്വസ്റ്റ്യൻ ടാഗ്. അത് നമുക്ക് ആദ്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ്സ് ആർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആഡഡ് അറ്റ് ദി എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. ദേ ആർ യൂസ്ഡ് ടു കൺഫേം ഇൻഫോർമേഷൻ ഓർ സീക്ക് അഗ്രിമെന്റ് ഫ്രം ദി ലിസണർ. നമ്മളൊരു കാര്യം ചെയ്താൽ നീ കളിക്കുകയാണ് അല്ലേ എന്ന് നമ്മൾ എടുത്ത് ചോദിക്കില്ലേ? ആ ഒരു എൻഡിൽ മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയില്ലേ? അതേപോലെ ഇംഗ്ലീഷിലും ഉണ്ട്. ഒരു സെൻറ്റൻസ് തന്നത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഡിൽ ചോദിക്കുന്ന വളരെ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്? ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, യു ആർ കമ്മിങ് ടു ദി മീറ്റിംഗ്, ആറിൻറ്റ് യു? കണ്ടോ, ഇവിടെ എന്താണ്? നമ്മൾ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ഹെൽപ്പിംഗ് വേർബിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സബ്ജക്റ്റ് വേണം, അത് കഴിഞ്ഞൊരു ഹെൽപ്പിംഗ് വേർബ് വേണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാൽ ബേസിക് ആയിട്ടുള്ള റൂൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ? എ ക്വസ്റ്റ്യൻ ടാഗ് ഹാസ് ടു പാർട്സ്. ഓക്സിലറി വേർബ്, അതാണ് ഹെൽപ്പിംഗ് വേർബ്. ഇവിടെ യു ആർ കമ്മിങ് എന്ന് പറയുന്നതിന് ബാക്കി ഒന്നിനും നമ്മൾ നോക്കണ്ട. എന്ത് മാത്രം നോക്കിയാൽ മതി? യു എന്ന് പറയുന്ന സബ്ജക്റ്റിനെയും ആർ എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വേർബ്. ഓക്കെ, അപ്പോൾ ആർ ഇൻ യു. കണ്ടോ, അവിടെ ഒരു നോട്ട് എങ്ങനെ വന്നു? ഇവിടെ നോക്കിക്കേ, യു ആർ കമ്മിങ് ടു ദി മീറ്റിംഗ്. ഇവിടെ ഏതെങ്കിലും നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ? നോട്ട് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നെഗറ്റീവ് ഐഡിയ വരുന്ന ഏതെങ്കിലും വേർഡ്സ് ഈ ഒരു സെൻറ്റൻസിലുണ്ടോ? ഇല്ല. യു ആർ കമ്മിങ് ടു ദി മീറ്റിംഗ് എന്ന് പറയുന്നതിനകത്ത് ഒരു നെഗറ്റീവ് വേർഡ്സും ഇല്ല. സോ ഇറ്റ്സ് എ പോസിറ്റീവ് സെൻറ്റൻസ്. അങ്ങനെ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് ആഡ് ദി നെഗറ്റീവ് ടാഗ് ഇൻ ദി എൻഡ്. ആ ഒരു സെൻറ്റൻസിന് എൻഡിൽ നമ്മൾ ഏത് ടാഗ് കൊടുക്കണം? നെഗറ്റീവ് ടാഗ് കൊടുക്കണം. ഇത് നോക്കി, എക്വേഷൻ ടാഗ് ഹാസ് ടു പാർട്സ്, ഓക്സിലറി വേർബ് ആൻഡ് സബ്ജക്ട് പ്രൊനൗൺ. അതായത് പ്രൊനൗൺ, അതായത് ഇവിടെ നമ്മളിപ്പോൾ ഒരു പേരായിരിക്കും, ഇപ്പോൾ ആതിര എന്ന് പറയുന്ന ഒരു പേരാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ വി ഓൾ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ആതിര ഇസ് എ ഗേൾ. ഗേൾ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രൊനൗൺ വേണം യൂസ് ചെയ്യാൻ. ഒരിക്കലും നെയിം നമ്മൾ എടുത്ത് ക്വസ്റ്റ്യൻ ടാഗിൽ ചോദിക്കില്ല. ഇപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് നമുക്കറിയാം, അണ്ടർസ്റ്റുഡ് ആണ്, ഇറ്റ്സ് എ പ്രൊനൗൺ ആണെന്നറിയാം. അതുകൊണ്ട് അവിടെ ചേഞ്ച് ഇല്ലാതെ അതേപോലെ എഴുതി. പക്ഷേ ഇൻ കേസ് ഇവിടെ ഒരു നെയിം ആണുള്ളതെങ്കിൽ ആ നെയിമിനെ മസ്റ്റായിട്ടും ചേഞ്ച് ചെയ്യുക. ജെൻഡർ നോക്കിയിട്ട് വെദർ ബോയ് ഓർ ഗേൾ എന്നതിനനുസരിച്ച് പ്രൊനൗൺ ചേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, ഷീ ഓർ ഹി എന്നാക്കിയിരിക്കണം. അതൊരു റൂളാണ്. ദെൻ നമ്മൾ ഓക്സിലറി വേർബ് നോക്കുക. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്. ടാഗ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് അല്ലേ? ആറിൻറ്റ് ഷോർട്ട് ഫോം ആണ് നോട്ടിൻ്റെ. ഓക്കെ, ആറിൻറ്റ് ഇത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നെഗറ്റീവ് ടാഗ് അത് ഒരു റൂളാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഷീ ഈസ് ഹാപ്പി. അപ്പോൾ ഈസ് എന്ന് പറയുന്നത് ഷീ ഈസ് ഹാപ്പി, ഇറ്റ്സ് എ പോസിറ്റീവ് സെൻറ്റൻസ്. സോ യു ആഡ് ദി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. സോ ഈസ് ഇൻ ഷീ എന്ന് നമ്മൾ യൂസ് ചെയ്തു. ഈസി അല്ലേ? ദെൻ ഇത് നോക്കിക്കേ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഷീ ഈസ് യുവർ ഫ്രണ്ട്, ഈസ് ഇൻ ഷീ. ദേ ആർ പ്ലേയിങ്, ആർ ഇൻ ദേ. ഹി വർക്ക്സ് ഹാർഡ്, ഡസ് ഇൻ ഹി. കണ്ടോ, ഇവിടെ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ
നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടോ? ഇല്ല, എല്ലാം പോസിറ്റീവ് വേർഡ്സ്, പോസിറ്റീവ് സെന്റൻസ് ആണ്. സോ യു ഷുഡ് ആഡ് ദി നെഗറ്റീവ് ടാഗ്സ് ഇൻ ദി എൻഡ്. ഈസ് എന്ന് പറഞ്ഞത് കണ്ടോ, ഈസ് എന്തായിട്ട് മാറി, ഈസിൻ്റ് ആയി അല്ലേ. ഈസിൻ്റ് ആൻഡ് ദേ ആറിൻ്റ് വർക്ക്സ്. കണ്ടോ ഇവിടെ എങ്ങനെ ഡസിൻ്റ് വന്നു? ഇവിടെ ഒരു നമുക്ക് ഹെൽപ്പിംഗ് വേർബ് കാണുന്നില്ല. ഹെൽപ്പിംഗ് വേർബ് ഇല്ലാത്ത സെൻറ്റൻസുകളിൽ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുന്നത് നോക്കാം. ഡസ് അല്ലെങ്കിൽ ഡു ഫോം, ഡസ് അല്ലെങ്കിൽ ഡു ഫോം. അപ്പം ഹി റൈറ്റ് എ പോം, ഹി റൈറ്റ് എ പോം, ഹി റൈറ്റ്സ് എ പോം. ഹി ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ ആണ്, അതുകൊണ്ട് വേർബിന് എസ് ആഡ് ചെയ്യും. ഹി റൈറ്റ്സ് എ പോം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, റൈറ്റ്സ് എന്ന് പറയുന്നത് ഡസ് ഫോം ആണ്. ഏത് ഫോമാണ്? ഡസ് ഫോം. ഡസ് ഫോം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക? റൈറ്റ്സ് അല്ലേ വന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഡസ് പ്ലസ് റൈറ്റ് എന്ന് വരും. എസ് വരുന്ന എല്ലാ വെർബും ഡസ് പ്ലസ് റൈറ്റ് ആണ്. സോ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് അല്ലേ, അപ്പം നെഗറ്റീവ് ടാഗ് വേണം ആഡ് ചെയ്യാൻ. ഡസിൻ്റ് നോട്ട് ചേർത്തു, ഡസിൻ്റ്. പ്രൊനൗൺ ഏതാ? ഹി. അതേപോലെ ഇട്ടു ഡസിൻ ഹി ക്വസ്റ്റ്യൻ മാർക്ക്. ഈസി അല്ലേ? ഇനി ഇതേപോലെ നമ്മൾ ഡു ഫോം വരാം അല്ലേ. ഡു ഫോം വരുന്ന കേസുണ്ട്. അതായത് ദേ റൈറ്റ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ്, ദേ റൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് എന്ന് പറയുന്നത് ഡു ഫോം ആണ്. റൈറ്റ് ബേസ് ഫോം ആയിട്ടുള്ള വേർബ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇതൊരു ഡു ഫോം ആണ്, അതായത് ഡു പ്ലസ് റൈറ്റ് ആണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഡു പ്ലസ് റൈറ്റ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഡോണ്ട്. ഓക്കെ, ഡോണ്ട്. പിന്നെ ഏതാ പ്രൊനൗൺ വരുന്നത്? ദേ അല്ലേ, ഡോണ്ട് ദേ ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു പോസിറ്റീവ് ആണ്. ദേ റൈറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഒന്നുമില്ല, അപ്പോൾ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് ചെയ്യുക? ഡോണ്ട് ദേ എന്നാക്കാം. ഇനി നോക്കിക്കേ, ഷീ റോട്ട് എ ലെറ്റർ, ഷീ റോട്ട് എ ലെറ്റർ. അപ്പോൾ ഇവിടെ ഈ കേസിൽ എന്താണ്? ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അപ്പോൾ നമ്മൾ നെഗറ്റീവ് ടാഗ് ആണ് ആഡ് ചെയ്യേണ്ടതും. ഇവിടെ നോക്കിക്കേ, റോട്ട് എന്ന് പറയുന്നത് ഒരു V2 ഫോം ആണ്. V2 ഫോം എന്ന് പറഞ്ഞാൽ ഡിഡ് ആണ്. അവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവണം, റോട്ട് റൈറ്റ് പ്ലസ് ഡിഡ്. അപ്പോൾ ഇവിടെ ഒന്നും ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത കേസുകളിൽ നിങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഒരു ഹെൽപ്പിംഗ് വെർബ് എന്തായാലും വേണം, എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ റോട്ട് എന്ന് തന്നാൽ ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഈസ്, ആം, ആർ, വാസ്, വെർ, ഹാസ്, ഹാവ് ഇതേതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പാടുമില്ല. ഈസ് ഇൻ, ഹാവ് ഇൻ, ഹാസ് ഇൻ, ഹാഡ് ഇൻ, വാസ് ഇൻ, വേർ ഇൻ, അങ്ങനെ പറഞ്ഞു ഓക്സിലറി വെർബ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് എഴുതായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അതിൻ്റെ കേസാണ് ഒന്ന് പറഞ്ഞത് റൈറ്റ്, അതായത് ബേസ് ഫോം, എസ് ഒന്നും ഇല്ലാതെ വരുന്നത്. പിന്നാണ് പറഞ്ഞത് റൈറ്റ്സ്, ഈറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് കിട്ടും. ഇവിടെ റോട്ട് V2 മാത്രമാണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് കിട്ടും. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? ഡിഡിൻ ഷീ. കണ്ടോ, ഡിഡിൻ ഷീ എന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, ഡിഡിൻ ഷീ, ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. യെസ്, ആൻസർ പറഞ്ഞല്ലോ ആദിത്യ. യെസ്, ഡിഡിൻ ഷീ കറക്റ്റാണ്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പരിപാടി. ഈസി അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. ഷീ ഈസ് ഇൻ റെഡി, ഇത് നെഗറ്റീവ് അല്ലേ? ഈ ഒരു സെൻറ്റൻസ് നോക്കിക്കേ, ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ഈസ് ഷീ എന്ന് ചേർത്താൽ മതി. ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്. ഡോണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് ആണ്, സോ ഡൂ ദേ. ഹാസ് ഇൻ നോട്ടാണ്, അത് നെഗറ്റീവ് ആണ്, സോ പോസിറ്റീവ് ടാഗ്. നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ്, തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് ടാഗ്. അത്രേ ഓർത്തിരിക്കാനുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഡൂ, ഡസ് ഒക്കെ വന്നാൽ, ഡിഡ് ഒക്കെ വന്നാൽ സ്പ്ലിറ്റ് ചെയ്യാറിയാലോ. സിങ്സ് എസ് വന്നു, ഡസിൻറ്റ്. പ്ലേ എന്ന് പറഞ്ഞാൽ ബേസ് ഫോം ഡോണ്ട്. ഫിനിഷ്ഡ് ED വന്നു, V2 ആണ്, ഡിഡിൻറ്റ്. ഇത്രയേ ഉള്ളൂ. ആം, ഇനി സ്പെഷ്യൽ റൂൾസ് കുറച്ച് വരുന്നുണ്ട്. ആം വന്നാൽ നമ്മൾ ആറിൻറ്റ് എന്നാക്കണം. ഓക്കെ, ആം വന്നു കഴിഞ്ഞാൽ ആറിൻറ്റ് എന്ന് ചേഞ്ച് ചെയ്യുക. ലെറ്റ്സ് വന്നാൽ ഷാൽ വി. ഓക്കെ, ലെറ്റ്സ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റ്സിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഷാൽ വിന്ന് ആക്കുക. ഓക്കെ, ദെൻ ഓപ്പൺ ദി ഡോർ. ഇതേപോലെ ഇമ്പറേറ്റീവ്, അതായത് ഓർഡർ, റിക്വസ്റ്റ്, പ്രെയർ അങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് കണ്ടറിയാം. പ്ലീസ് ഗീവ് മീ എന്നൊക്കെ പറയുന്നത് പൊളൈറ്റ് ആയിട്ടുള്ളതാണ്. ഓപ്പൺ ദി ഡോർ അതൊക്കെ ഒരു എന്താണ്, ഒരു ഓർഡറോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ വിൽ യു ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കേണ്ടത് വിൽ യു. സ്പെഷ്യൽ റൂൾസ് ആണ് കേട്ടോ. ആം വന്നാൽ ആറിൻറ്റ്, ലെറ്റ്സ് വന്നാൽ ഷാൽ വി. ലെറ്റ്സ് എന്നൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തോ, ക്വസ്റ്റ്യൻ ടാഗ് ഈസിയാണ്, ഷാൽ വി. ദെൻ റിക്വസ്റ്റ്, കമാൻഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വിൽ യു, ഒന്നും നോക്കണ്ട. ഓക്കെ, ഇപ്പം നോബഡി കോൾ യു, ഇവിടെ എന്താണെന്ന് നമുക്കറിയില്ല. നോബഡി എന്ന് പറയുന്നത് ആരാണെന്നൊന്നും അറിയില്ല. സംബഡി, നോബഡി അങ്ങനെയുള്ള കേസ് വന്നാൽ ഡിഡ് ദേ. ആ ഒരു വേർബ് കോൾഡ് എന്ന് പറയുന്നത് V2 ആണ്, അതിനെ ഡിഡ് ആക്കി. പിന്നെ നോബഡി, സംബഡി എന്നൊക്കെ വന്നാൽ അതിനെ ദേ ആയിട്ട് വേണം നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ. ഓക്കെ, ഒരു പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. നോബഡി, സംബഡി എന്നൊക്കെ വന്നാൽ അവിടെ ദേ ആയിരിക്കണം പ്രൊനൗൺ വരേണ്ടത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് സ്പെഷ്യൽ റൂൾസ് ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി വേഗം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തേ, ഈസിയാണ് അല്ലേ? ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ആൻസേഴ്സ്. നറേറ്റർ, അവർ സ്കൂൾ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഈസ് ഇൻ ഡിറ്റ്. അവർ സ്കൂൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഷീ, ഹി എന്ന് പറയാൻ പറ്റില്ല, സ്കൂളല്ലേ. അപ്പോൾ ഇറ്റാണ് ഒബ്ജക്റ്റ് അല്ലേ? ഈസ് ഇൻ ഡിറ്റ് എന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഈസ് ഇൻ ഡിറ്റ് ഇസ് ദി കറക്റ്റ് ആൻസർ.
റിയലി അലൗ ഇറ്റ്, യു ടു ലൈക്ക് ഇറ്റ്, യു ടു. അപ്പോൾ ഇവിടെ ലൈക്കിനെ സ്പ്ലിറ്റ് ചെയ്യണം, ഡോണ്ട് അല്ലേ? യെസ്, ഡോണ്ട് യു. പ്രൊനൗൺ ഏതാ? യു, ഡോണ്ട് യു. ഇനി ദേ വിൽ നോട്ട് ലെറ്റ് എനിത്തിങ് ബാഡ് ഹാപ്പൻ. വിൽ നോട്ട്, വിൽ നോട്ട്, വിൽ നോട്ട്. അപ്പം എന്താ? വിൽ നോട്ട് ആണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ വിൽ ദേ മതി അല്ലേ? വിൽ ദേ, ദാറ്റ്സ് ദി ആൻസർ. ദി ഹെഡ് ലേഡി റിയലി കെയേഴ്സ്, കെയേഴ്സ് ഡസിൻറ്റ്. ഹെഡ് ലേഡി ഷീ അല്ലേ വരിക, കെയേഴ്സ് അല്ലേ വരിക? യെസ്, ഡസിൻ ഷീ ആണ് ഇവിടുത്തെ ആൻസർ. ദി ഹെഡ് ലേഡി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് ഷീ. ഓക്കെ, റിയലി കെയേഴ്സ്, കെയേഴ്സ് എസ് വരുന്നതാണ്, അതുകൊണ്ട് ഡസിൻ ഷീ. Yeah, we have different kinds of toys. Here we have different kinds of toys. Here we have, അല്ലേ? They let us play with them. Let us play with them. അവിടെ എന്താ? shall we അല്ലേ വരിക? let us സ്റ്റാർട്ട് ചെയ്താൽ നമുക്കറിയാം shall we ആണ്. Yes, but only during leisure time. Let's go and play. Let's go വന്നു. അപ്പോൾ ഇവിടെ എന്താണ്? shall we. Okay, shall we. Okay. സോ ഇനി നമ്മൾ അടുത്തൊരു യൂണിറ്റിൽ മെയിനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ നോക്കുക അല്ലേ? യെസ്, റീഡിംഗ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ദി സാഗ ഓഫ് ദി ടിവിൻ കരിയേഴ്സ് അബൌട്ട് ദി ഫേമസ് മുംബൈ ദബാവാലാസ്. യുവർ സ്കൂൾ ഓർഗനൈസ് എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഓണർ ദം ഡ്യൂറിംഗ് ദി ആനുവൽ ഡേ സെലിബ്രേഷൻ. അപ്പോൾ ആ ഒരു ആനുവൽ ഡേ സെലിബ്രേഷന് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ആനുവൽ ഡേ സെലിബ്രേഷൻ ദബാവാലാസിനെ പ്രൈസ് ചെയ്തിട്ടുള്ള, അവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ നമുക്ക് റെഡിയാക്കാമെന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഓർക്കുക. ന്യൂസ് റിപ്പോർട്ടിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുക, തേർഡ് പേഴ്സൺ നറേഷൻ യൂസ് ചെയ്യുക, റിപ്പോർട്ട് ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, ഫാക്ച്വൽ ആയിരിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. വാട്ട്, വെൻ, വേർ, ഹൂ, വൈ, ഹൗ, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ആദ്യം ഹെഡ്ലൈൻ വേണം അല്ലേ? വളരെ ഷോർട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ നമുക്ക് മസ്റ്റായിട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് വേണം. ഡേറ്റ് ലൈൻ, പ്ലേസും ഡേറ്റും വേണം. ഓക്കെ, പ്ലേസും ഡേറ്റും, ബൈ ലൈൻ അതായത് നെയിം ഓഫ് ദി റിപ്പോർട്ടർ, സ്റ്റാഫ് റിപ്പോർട്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞെഴുതുക. ഇൻട്രൊഡക്ഷൻ വേണം. ഗിവ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ? ഷുഡ് ആൻസർ വാട്ട്, വെൻ ആൻഡ് വേർ, ഹൗ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്. എങ്ങനെ നടന്നു, എപ്പോൾ നടന്നു, എന്താണ് സംഭവിച്ചത് എന്നുള്ള ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫസ്റ്റ് പാരഗ്രാഫിൽ വേണം. അവിടെ ഇമോഷൻസോ തോട്ട്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആവശ്യം ഇല്ല. Then body paragraph provide more details such as who was involved, how it happened, why it was important. അങ്ങനെ എഴുതുക. കൺക്ലൂഷനിൽ പബ്ലിക് റെസ്പോൺസോ കാര്യങ്ങളോ. അപ്പോൾ ഇതൊക്കെ ആ ഒരു ഫോമാറ്റിൽ വരും. ഹെഡ്ലൈൻ, ഡേറ്റ് ലൈൻ, ബൈ ലൈൻ അല്ലേ? ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കുക. ദെൻ ഇതാണ് നമ്മുടെ ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലേ? യെസ്, ആ ഒരു ദബാവാലാസ് ഓണേർഡ് അറ്റ് സ്കൂൾ ആനുവൽ ഡേ അല്ലേ? പ്ലേസ്, ഡേറ്റ്, പിന്നെ സ്റ്റാഫ് റിപ്പോർട്ട്, പിന്നെ അവിടെ എന്താണ് അവരുടെ സർവീസസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള മെയിനായിട്ട് എന്താണ് നടന്നത്. സെൻറ്റ് മേരി ആ ഒരു സ്കൂളിൻ്റെ പേര് മെൻഷൻ ചെയ്യണമെന്നില്ല. യെസ്, സ്കൂളിൻ്റെ പേര് ABCD എന്നൊക്കെ ഇടാം. ടേൺ ഇൻ ടു എ മെമ്മറബിൾ ഇവന്റ് വെൻ ദി ഫേമസ് മുംബൈ ദബാവാലാസ് വർ ഓണേർഡ് ഫോർ ദെയർ റിമാർക്കബിൾ സർവീസ് ആൻഡ് ഡെഡിക്കേഷൻ. പ്രോഗ്രാം വാസ് ഹെൽഡ് ഇൻ, കണ്ടോ, വെയർ, വെൻ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഇൻവൈറ്റ് ചെയ്തു, ജഡ്ജ് എന്താണ് നമ്മുടെ ഗസ്റ്റ് ആരൊക്കെയായിരുന്നു, അങ്ങനെയുള്ള കാര്യം അവരെന്താണ് ചെയ്തത്, പ്രൈസ് ചെയ്തു അല്ലേ? അവരെ അപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും ഡോക്യുമെൻ്ററി ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസ് ലാസ്റ്റ് നമ്മൾ എഴുതുക. ഓക്കെ, സ്റ്റുഡൻസ് പ്രസൻറ്റ് എ ഷോർട്ട് ഡോക്യുമെൻ്ററി ആൻഡ് എ കൾച്ചറൽ പ്രോഗ്രാം ഷോയിങ് ദ ഹാർഡ് വർക്ക് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു ദി ദബാവാലാസ്. അങ്ങനെയുള്ള പോയിന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നമ്മൾ അടുത്തൊരു ഗ്രാമർ പോർഷനാണ് പ്രിഫിക്സ്, സഫിക്സ്. വളരെ ഈസി ആയിട്ടുള്ളത് നോക്കിക്കേ. അൺഹാപ്പി എന്ന് പറയുന്ന വേർഡിൽ നമ്മൾ ഹാപ്പി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു റൂട്ട് വേർഡ്. ഹാപ്പിയുടെ മുന്നിൽ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ബിഫോർ എന്നാണ് അല്ലേ? അൺ എന്ന് പറയുന്ന ഒരു വേർഡ് ചേർത്തപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടി അല്ലേ? അതിനെ നമ്മൾ പ്രിഫിക്സ് എന്ന് പറയും. റൈറ്റ്, കണ്ടോ, റൈറ്റ് ആണ് റൂട്ട് വേർഡ്, അതിൻ്റെ മുന്നിലാണ് ചേർത്തത് അപ്പോൾ അത് വേറൊരു വേർഡായി റൈറ്റ്. എഗ്രി എന്ന് പറയുന്ന റൂട്ട് വേർഡിൻ്റെ കൂടെ മുന്നിൽ ചേർത്ത് എന്താണ്? ഡിസ്. അപ്പോൾ ഇതെല്ലാം പ്രിഫിക്സിന് എക്സാമ്പിൾ ആണ്. ഇനി എന്താണ് സഫിക്സിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡിൽ ചേർക്കുന്നതാണ് സഫിക്സ്. ഓക്കെ, റൂട്ട് വേർഡിൻ്റെ എൻഡിൽ ചേർക്കാൻ. നെസ്, കണ്ടോ, യെസ്, ടീച്ച്. ഓക്കെ, ഹോപ്പ്ഫുൾ ഇതൊക്കെ കൈൻഡ്നെസ്, ഹോപ്പ്ഫുൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ബ്യൂട്ടിഫുൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? യെസ്, സഫിക്സിന് എക്സാം. ഇനി വേഗം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് 2 ക്വസ്റ്റ്യൻസേ തന്നിട്ടുള്ളൂ. വേഗം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കമൻറ്റ് ചെയ്തേ. യെസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് കണ്ടെയ്ൻസ് എ പ്രിഫിക്സ്? കൈൻഡ്നെസ്, റൈറ്റ്, ടീച്ചർ, ഹോപ്പ്ഫുൾ. ഇതിലേതാണ് പ്രിഫിക്സ്? ബാക്കി 3 എണ്ണവും സഫിക്സ് ആണ് കാണിക്കുന്നത്. ഒരൊറ്റ വേർഡ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പ്രിഫിക്സ് കാണിക്കുന്നത്. അതായത് മുന്നിൽ നമ്മളൊരു വേർഡ്, ഒരു എന്താണ് ചെറിയ എന്തോ ലെറ്റേഴ്സോ എന്തെങ്കിലും ആഡ് ചെയ്ത് അന്ന് പ്രിഫിക്സ് ആയി മാറിയിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷനാണ് പ്രിഫിക്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? കൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ എൻഡിലാണ്, ടീച്ചറും ഇല്ല, ഹോപ്പ്ഫുൾ ഇല്ല. അപ്പോൾ ഇവിടെ ഏതാണ് മുന്നിൽ ഒന്ന് പ്രിഫിക്സ് ആയിട്ട് മാറിയിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, റൈറ്റ് ആണ് അല്ലേ?
Then which of the following words contains a suffix? Suffix എന്ന് പറഞ്ഞാൽ എൻഡിൽ വരണം. ഇവിടെ un, dis, re ഇതൊക്കെ മുന്നിലാണ് ആ ഒരു റൂട്ട് വേർഡിൻ്റെ എന്താണ് ബിഫോർ ആയിട്ടാണ് വേർഡ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഫോർ പ്രിഫിക്സ് ആൻഡ് ദിസ് ഈസ് ദി ഓൺലി വേർഡ് ദാറ്റ് റെപ്രസെൻറ്റ് ദി സഫിക്സ്. ഓക്കെ, യെസ്, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, കറക്റ്റ് ആണ്. യെസ്. Then ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആഫ്റ്റർ റീഡിംഗ് ദി ലെസൺ വെയിറ്റിംഗ് ഫോർ റെയിൻ യു അണ്ടർസ്റ്റുഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ദി മൺസൂൺ ആൻഡ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് however due to increasing environmental damage the natural beauty of Kerala, often called Kerala popularly known as God's own country, is under threat. God's own country ഇപ്പോൾ വളരെ ത്രെറ്റിലാണ് അല്ലേ. പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദി ടോപ്പിക് ദി നീഡ് ടു പ്രൊട്ടക്ട് നേച്ചർ. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്പീച്ച് ചോദിച്ചാൽ ഈസി ആയിട്ട് എഴുതി കൂടെ? യെസ്, നമ്മുടെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ പറ്റി ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് അല്ലേ, റെസ്പെക്റ്റഡ് ടീച്ചർ ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ് അല്ലേ, ആ ഒരു സ്പീച്ചിൻ്റെ ഒരു യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഫോമാറ്റ് ഫോളോ ചെയ്യുക, വിഷ് ചെയ്യുക, പിന്നെന്താണ്, യെസ്, നമ്മൾ ആ സല്യൂട്ടേഷൻ കഴിഞ്ഞു, വിഷ് കഴിഞ്ഞു, പിന്നെന്താണ്, ടുഡേ ഐ വുഡ് ലൈക്ക് ടു, അവിടെ ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ എന്താണ് ഒരു ഇലാബറേറ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുക, ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യുക. താങ്ക് യു അല്ലേ. യെസ്, അത്രയാണ് ഒരു സ്പീച്ചിൻ്റെ ഫോമാറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. ഓക്കെ, ഇത് ഹോമോഫോൺസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോഫോൺസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ടു രണ്ടും വേർഡ്സ് കണ്ടോ, സ്പെല്ലിംഗ് ഡിഫറൻറ്റും സൗണ്ട് സെയിം. ഫോൺ റിലേറ്റഡ് ടു സൗണ്ട് ആണ്, സെയിം സൗണ്ട് ആൻഡ് ഡിഫറെൻറ്റ് വേർഡ്സ്, അതാണ് ഈ ഹോമോഫോൺസ് എന്ന് പറയുന്നത് അല്ലേ. ഷീ ഈസ് ടു ടയേർഡ്, ഐ ഹാവ് 2 books. കണ്ടോ, രണ്ടിനും നമ്മൾ എന്ത് ചെയ്യുക, ഏകദേശം സിമിലർ ആയിട്ടുള്ള സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബട്ട് ദി സ്പെല്ലിംഗ് ആൻഡ് മീനിങ് ഇസ് ഡിഫറെൻറ്റ്. സോ ദാറ്റ് സച്ച് കൈൻഡ് ഓഫ് വേർഡ്സ് ഇസ് termed as homophones. Okay, so ഇതിന് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഷീ വിൽ റൈറ്റ് എ ലെറ്റർ എന്നാണ്. റൈറ്റ് കണ്ടോ, സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആണ്, പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. ഇവിടെ റൈറ്റ്, ഈ റൈറ്റ് ആണ് അല്ലേ. ഫിൽ ഇൻ ദി ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ഹോമോഫോൺ. ഐ ഹാവ് 2 pencil കണ്ടോ, രണ്ട് പ്രൊനൗൺസ് ചെയ്യുന്ന സെയിം ആണ്, ബട്ട് ദി ആക്ച്വൽ 1 is 2. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വെയിറ്റിംഗ് ഓഫ് റെയിനിൽ തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓ ദ വെയിറ്റിംഗ് ആൻഷ്യസ്ലി ഫോർ അറൈവൽ ഓഫ് മൺസൂൺ സീസൺ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ആൻസൈറ്റി ഒക്കെ കാണാം നമുക്ക് അല്ലേ. ദി ലോങ് ഡിലേ ഓഫ് ദി റെയിൻ മേക്സ് വറീഡ് ആൻഡ് റെസ്റ്റ്ലെസ്. ഫൈനലി ലേറ്റ് അറ്റ് നൈറ്റ് ദി മൺസൂൺ അറൈസ് വിത്ത് ഹെവി റെയിൻഫാളോടുകൂടെ മൺസൂൺ വന്നു അല്ലേ. റൈറ്റ് എ ഡയറി എൻട്രി. കണ്ടോ, മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറി എൻട്രി എന്ന് പറയുന്നത്. ഡേറ്റും ഡേയും മസ്റ്റ് ആണ് ഡയറിക്ക് അല്ലേ. പിന്നെ സല്യൂട്ടേഷൻ, പിന്നെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, തോട്ട്സ് ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കണം ഒരു ഡയറി എൻട്രി എന്ന് പറയുന്നത്. ടുഡേ വാസ് അല്ലെ, എല്ലാം പാസ്റ്റ് ടെൻസിൽ എഴുതിയിരിക്കണം. ടുഡേ വാസ് എ ഡേ ഫിൽഡ് വിത്ത് ആങ്സൈറ്റി ആൻഡ് ഹോപ്പ്. ആ ഒരു മെൻ്റൽ ആ ഒരു എന്താണ് സ്ട്രഗിൾ ആണോ അല്ലെങ്കിൽ ഹാപ്പിനെസ് ആണോ എന്താണോ ആ ഇമോഷൻസ് നമ്മൾ മസ്റ്റായിട്ടും കാണിച്ചിരിക്കണം അല്ലേ. ദി സ്കൈ ലുക്ക് ഗ്രേ ആൻഡ് ത്രെറ്റനിങ്, ആ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഫുൾ ഉള്ളത് അല്ലേ. ഈവൻ മൈ അങ്കിൾ സ്പോക്ക് സാഡ്ലി അബൌട്ട് ഹൗ ദി മൺസൂൺ യൂസ് ടു അറൈവ് റെഗുലർലി ഇൻ ദി പാസ്റ്റിലൊക്കെ മൺസൂൺ എപ്പോഴും ആ മഴ കിട്ടിക്കൊണ്ടിരുന്നതാണ്, ഇപ്പോൾ അതില്ല. ആ ഒരു സ്ട്രഗിൾ, ആ ഒരു സഫറിങ്. ഐ ഫെൽറ്റ് ഹെൽപ്ലെസ് വാച്ചിങ് ദി സൈലന്റ് സ്കൈ എന്നൊക്കെ പറഞ്ഞാൽ ആ തോട്ട്സും അതുപോലെ ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നതായിരിക്കണം നമ്മളുടെ ഡയറി എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് എന്താ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നീട് നമുക്കറിയാവുന്ന നറേഷൻ ആണ്. അടുത്തൊരു ഡിസ്കോഴ്സ് റൈറ്റിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് നറേഷൻ എന്ന് പറയുന്നത് അല്ലേ. യെസ്, അപ്പോൾ നറേഷൻ നിങ്ങൾ അറിയാം, യൂഷ്വലി നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. വളരെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക എന്നതാണ് നറേഷനിൽ. പിന്നെ നമുക്ക് എഡിറ്റ് ദി പാസേജ്, നമ്മൾ ടെൻസ് ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ എഡിറ്റ് ദി പാസേജ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അങ്ങനെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നോക്കിയേ, ഗാന്ധിജി അഡ്രസ് ദം ആസ് ഫ്രണ്ട്. കണ്ടോ, അഡ്രസ് ദം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇതൊരു പ്ലൂറൽ ആണെന്ന്. പ്ലൂറൽ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഫ്രണ്ട് എന്ന് വരില്ല, ഫ്രണ്ട്സ്. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഫ്രണ്ട്സ് എന്നാണ് പ്ലൂറൽ ഫോം. ഇനി ഓൺ, ആദ്യമേ പറഞ്ഞു ഇയറിൻ്റെ മുന്നിൽ ഇന്ന് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. സിൻസ് ഐ വിസിറ്റ് ഫ്രാൻസ് ആസ് എ സ്റ്റുഡൻറ്റ് ടു സീ ദി എക്സിബിഷൻ. ഇവിടെ പാസ്റ്റിൽ നടന്ന, സിൻസ് അല്ലേ, പാസ്റ്റിൽ നടന്നതായതുകൊണ്ട് വിസിറ്റഡ്. പാസ്റ്റ് ടെൻസ് ഐ ഹാവ്, ഹാസ്, ഹാവ്, ഹാഡ് ഇതിൻ്റെ എല്ലാം കൂടെ എൻഡ് ലേൺഡ് V3 ഫോം വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ടെൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണ് ഗ്രാമർ പോർഷൻ അല്ലേ, ഇത്രയും പാർട്ട് നമ്മൾ ഒരു ടെക്സ്റ്റ് ഫുള്ള് കവർ ചെയ്ത് അതിനകത്തുനിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, ടെക്സ്റ്റിൽ ഡിസ്കോഴ്സ് റൈറ്റിങ്ങും ഇനിയും ഒരുപാട് ഡിസ്കോഴ്സ് റൈറ്റിങ്ങും ഗ്രാമർ പോർഷൻസും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നാളെ ജിഷ്ണു സാറ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് നല്ല ഫുൾ മാർക്സ് വാങ്ങിക്കുക കേട്ടോ. നന്നായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എക്സാം ഹാളിൽ നിങ്ങൾക്ക് അത്രയും ചിന്തിക്കാനുള്ള ഒരു ടൈം കിട്ടില്ല. അപ്പോൾ എല്ലാ പോയിന്റ്സും നന്നായിട്ട് റിവൈസ് ചെയ്യുക. എല്ലാ ഡിസ്കോഴ്സ് റൈറ്റിങ്ങിൻ്റെയും ഫോമാറ്റ് മനസ്സിലാക്കുക. ഹാപ്പി ആയിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center.
India's #1 coaching center for NEET and JEE.